മൂഢത്വമാകെ മമ പാടമറിച്ചോരു ഗുരു. മൂഢത്വമാകെ മമ പാടമറിച്ചോരു ഗുരു. പീഠം മറന്നെവിടെ പോവേൻ സനാതനമേ. പീഠം മറന്നെവിടെ പോവേൻ സനാതനമേ. രാജാതിരാജ സുരലോകരാജ. രാജാതിരാജ സുരലോകരാജ. അൻപോടിറങ്ങി എൻ്റെ കമ്പമൊഴിച്ചിടുവതീൻ. അൻപോടിറങ്ങി എൻ്റെ കമ്പമൊഴിച്ചിടുവതീൻ. ഉമ്പർപ്പുമാനുറച്ചതിൻപം സനാതനമേ. ഉമ്പർപ്പുമാനുറച്ചതിൻപം സനാതനമേ. രാജാതിരാജ സുരലോകരാജ. രാജാതിരാജ സുരലോകരാജ. മൂഢത്വമാകെ മമ. എൻ്റെ മൂഢത്വമേ, മൂഢനായിരുന്നെന്ന് ആ മൂഢത്വമെല്ലാം എടുത്ത് മറിച്ചില്ലയോ. മൂഢത്വമാകെ മമ പാടമറിച്ചോരു ഗുരു. സാക്ഷാൽ ഗുരു ക്രിസ്തു. സാക്ഷാൽ ഗുരു ക്രിസ്തുവാന്ന്. സ്തോത്രം. സാക്ഷാൽ ഗുരു ക്രിസ്തുദേവൻ. ആ ക്രിസ്തു സാക്ഷാൽ ഗുരുവാകുന്ന ക്രിസ്തു എൻ്റെ മൂഢത്വമെല്ലാം മറിച്ചു. മൂഢത്വമാകെ മമ പാടമറിച്ചോരു ഗുരു. പീഠം മറന്നെവിടെ പോവേൻ സനാതനമേ. പീഠം മറന്നെവിടെ പോവേൻ സനാതനമേ. രാജാതിരാജ സുരലോകരാജ. രാജാതിരാജ. ജോർച്ച എനിക്കിങ്ങനെ പാടി പ്രസംഗിച്ചാലും ഒക്കുള്ളൂ ജോർച്ച. പിന്നെ ജോർച്ചാനിത് പറഞ്ഞാൽ ഒന്നും മനസ്സിലാകുകയല്ല. അല്ല, എനിക്ക് ജോർച്ചാനോട് വൈരാഗ്യം ഉണ്ട്. ഇതാ നമ്മുടെ ഇണക്കതാണ്. പാട്ടുകാരടുത്ത പ്രാവശ്യം ഇവിടെ മതി ഉണ്ടെങ്കിൽ നമുക്കില്ലേ ഇത് മൃദംഗം. ഇതിപ്പം ഞങ്ങളങ്ങോട്ട് കണക്കൊത്ത് വരുന്നില്ല. കർത്താവ് വരാൻ താമസിച്ച ആയുസ്സും ആരോഗ്യവും ദൈവം തന്ന അത്രയൊക്കെ ഉള്ളൂ. അത് തന്നെ ഞാനും നമ്മൾ രണ്ടും തമ്മിൽ ശിക്ഷാവിധിയില്ല. സ്തോത്രം. നമ്മുടെ മൂഢത്വവും പോഷത്വമെല്ലാം മാറ്റിമറിച്ചത് ക്രിസ്തുവാണ്. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാനാണ് ലോകത്തിൽ പോഷത്വമായ എന്നെയും തെരഞ്ഞെടുത്തത്. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാനാ ബലഹീനവും കുലഹീനവുമായ എന്നെയും കർത്താവ് തെരഞ്ഞെടുത്തത്. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ചില പറഞ്ഞ് ഞാൻ എൻ്റെ കളറ് ശരിയല്ല. ഈ വിവരക്കേട് പറയാനേ ഈ കളറിന് അത്ര നല്ലതാണ്. എൻ്റെ കളറിലൊന്നും വലിയ കാര്യമില്ലെന്ന് ഇത് കണ്ണാടി നോക്കിച്ച് തല്ലി പൊട്ടിച്ച് കളറിലൊന്ന്. ഇന്ത്യയുടെ പ്രഥമ പൗരനായിരുന്നല്ലോ ആ ബഹുമാനപ്പെട്ട മൺമറഞ്ഞു പോയ KR നാരായണൻ. കളറ് ഞാൻ പറയണ്ടല്ലോ, എന്തോ പ്രഗത്ഭനായ മനുഷ്യൻ. കളറിലൊന്നും വലിയ കാര്യമില്ല. പിന്നെ കുലമഹിമ ദൈവത്തിന് ഇതൊന്നും വിഷയമല്ല. നീ ഒന്ന് സമർപ്പിക്കാമോ? ഇന്ന് രാത്രി ആ തൃപ്പാദപീഠത്തിൽ ഒന്ന് സമർപ്പിക്കാമോ? സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്റെ ഇഷ്ടത്തിനൊക്കുകയല്ല. പണ്ട് രാജാക്കന്മാർ തൃപ്പടിദാനം ചെയ്തതുപോലെ അത് പത്മനാഭസ്വാമിക്ക് കൊണ്ട് തൃപ്പടിദാനം ചെയ്തെന്ന പിന്നെ അവരത് എടുക്കുകയല്ല, സമർപ്പിച്ചിരിക്കുക. അതിൽ ഇപ്പോഴും നിലവറ തുറക്കണമെന്നൊക്കെ പറഞ്ഞ് പിന്നെയും പ്രശ്നങ്ങൾ വന്നത്. തൃപ്പടിദാനമാണ്. കിട്ടിയതെല്ലാം കൊണ്ട് തൃപ്പാദത്തിൽ വെച്ചെന്നാ. നമ്മുടെ വിഷയം അതല്ല, ഞാൻ ആ പദം പറഞ്ഞതാണ്. ആ തൃപ്പാദത്തിൽ നിന്നെ ഒന്ന് സമർപ്പിച്ചേ. ഈ ബലഹീനമായതിനെ അല്ലയോ ദൈവം എടുത്ത് ഉപയോഗിക്കുന്നത്. പിന്നെ എനിക്ക് പ്രസംഗിക്കുമ്പോൾ ഞാൻ ഈ ബ്രദറുകാരുടെ പാട്ടുകളും സൈമൺ സാറിൻ്റെ ചൊല്ലുമൊക്കെയാണ് എനിക്കിഷ്ടം. കാരണം അതിനകത്തേ വല്ലോ ഉള്ളൂ. സാറ് പണ്ട് ചൊല്ലിയില്ലയോ, കാശിന് കൊള്ളാതുള്ള കരത്തിൻ താടിയല്ലാൽ നാസിറായൊരു ശിംശോൻ 1000 ഫലിസ്ത്യരെ കാശിനീ തന്നിൽ കൊന്ന് വീഴ്ത്തുവാൻ കഴിഞ്ഞെങ്കിൽ ഈജനെ നിനക്കെന്നാൽ ദുശകമെന്തെന്നുള്ളൂ. സപ്തവർണ്ണങ്ങളുടെ മിശ്രണമായുള്ള ഒരു ദബ്ദദബ്ദിയും കിരണങ്ങളാൽ കാർമേഘവും ചിത്രവർണ്ണോജ്വലമാം ശാപമായി തീരുമെങ്കിൽ ഉത്തമ നിൻ ദീപ്തിയാലൻ ബുദ്ധി ശോഭിക്കില്ലേ.
നമസ്തേ ദേവദേവ നമസ്തേ വിശ്വവന്ധ്യ നമസ്തേ നദജനപാലനപാരായണ മോശയിന്നാവിനെ നീ പ്രവർത്തിച്ചമമാക്കി സ്വാശയം കഴുതയെ കൊണ്ട് നീ പറയിച്ചു ദാശരെ പ്രഭാഷണം പടുക്കളാക്കി തീർത്തു മോശമായി ഒന്നുമില്ല നിന്നുടെ കരം ചേർന്നാൽ ഊഴിക്ക് നിർമ്മാതാവേ ദൈവനിർണയമാകും ആടികിലാരിറങ്ങും ചൂടുറ്റ ഗഗനാർത്ഥ ശബ്ദമാം തിമികളും വേദമാം സാഗരത്തിലാരിറങ്ങും എങ്കിലും അവിടുത്തെ മാഹാത്മ്യം ഉരയ്ക്കുവാൻ അന്തരാ ചിന്തിച്ചൊരുങ്ങുന്നൊരു വാഗ്മിയുണ്ടോ എന്നിരിക്കലും ഇവൻ മന്ദനാം ഇവൻ ജ്യോതിർമന്ദിരാ നിൻ ചരിത്രം എങ്ങനെ വർണ്ണിച്ചിടും. നാളെ ഞാൻ ചൊല്ലിയപ്പോൾ ഒരു തള്ള പറഞ്ഞ പുള്ളിയെ ഹിന്ദുമാർഗത്തിൽ നിന്ന് വന്നതില്ലേ അതിൻ്റെ ബന്ധനങ്ങളായത് മുഴുവൻ. ഈ തള്ളയ്ക്ക് എന്തേലും ബോധമുള്ളതാണ്. തള്ള ഇങ്ങനെ അറകൊല തുല്ലും പോലെ തുല്ലുന്നല്ലാതെ തള്ളയ്ക്ക് യാതൊരു ബോധമുള്ള തള്ളയല്ല, ബോധമില്ലാത്ത തള്ള. ഒരു പറയാം ആ പുള്ളി ശരണമൊക്കെ വിളിച്ചേച്ച് വന്നല്ലേ അതിൻ്റെ ബന്ധനങ്ങളായത്. നീ എന്നോട് കയറി കൊത്തരുത്. ഞാൻ സാറ് നല്ല കണക്കെട്ടല്ലയോ അങ്ങോട്ട് ചൊല്ലി വെച്ചേക്കുന്ന സൈമൺ സാറ്. കാശിന് കൊള്ളാതുള്ള കരത്തിൻ താടിയല്ലാൽ കരം കഴുത. ഇത് കൈയല്ല, കരം. അങ്ങനെ കരം. കരം കഴുത, തുരകം കുതിര, മയം ഒട്ടകം, മഹിഷം പറ മഹിഷം പോത്ത്. എനിക്കും തോന്നുന്നുണ്ട്. മഹിഷം, പോത്ത്, ഋഷഭം, കാള. സ്കൂളിൽ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ചല്ലോ ഇതെല്ലാം. പടം വരെ സഹിതം വെച്ചാ പഠിപ്പിച്ചത്. കാളയുടെ ഒരു വരം വെച്ചിട്ട് അതിനിടെ ഋഷഭം പഠിപ്പിച്ചപ്പോ പഠിച്ചതാണ്. കാശിന് കൊള്ളാതുള്ള കരത്തിൻ താടിയല്ലാൽ കരം കഴുത. കാശിന് കൊള്ളുന്നതല്ല കഴുത. പടലി ഒടിക്കാനാ പ്രമാണം. പിന്നെ ഇത് ചുമ്മിക്കൊണ്ടിങ്ങനെ അങ്ങ് പോകുന്നതേ ഉള്ളൂ. ആ കാശിന് കൊള്ളുന്നതല്ല കഴുത. ആ കഴുതയുടെ താടിയല് ഒന്നിനും കൊള്ളുകയില്ല. പക്ഷേ വചനം അറിയാവുന്നവർക്കറിയാം, ഫിലിസ്തീന് വന്ന് വട്ടമിട്ട് നിന്നപ്പോൾ ശിംശോൻ നോക്കി, കയ്യിൽ ആയുധമല്ല, ഫിലിസ്തീന് വന്ന് പരതി വട്ടമിട്ട് നിൽക്കുന്നു. നോക്കിയപ്പോൾ ഒരു കഴുതയുടെ താടി ചാടിയെടുത്തൊരടി. കാശിന് കൊള്ളാതുള്ള കരത്തിൻ താടിയല്ലാൽ നാസിറായൊരു ശിംശോൻ. ചുമ്മാ കയറി അടിക്കരുത്, നാസി വ്രതം വേണം. നീ കാണുന്നിടത്തെല്ലാം മെലിഞ്ഞാണെന്ന് വെച്ച് താടിയെല്ലാം എടുത്തു കഴിഞ്ഞാൽ അവൻ നിന്നെ തിരിച്ച് നിന്റെ താടിയല് കളയും. ഇത് വ്രതം വേണം. കാശിന് കൊള്ളാതുള്ള കരത്തിൻ താടിയല്ലാൽ നാസിറായൊരു ശിംശോൻ. നാസി വ്രതസ്ഥനാ. മുന്തിരി കഴിക്കരുത്, കാടി കുടിക്കരുത്, കുരു തിന്നരുത്, തൊലി തിന്നരുത്, അതിൻ്റെ രസമറക്കരുത്. മുന്തിരി ഉണങ്ങിയതാകട്ടെ പച്ചയാകട്ടെ ഒന്നും പാടില്ല. മുന്തിരിയുടെ ഒരു രസവും പാടില്ല. ശവത്തെ തൊട്ട് അശുദ്ധനാക്കരുത്, തലമുടി കത്തിരിക്കരുത്. യഹോവയുടെ നാസീർ വ്രതം നിന്റെ ശിരസിലിരിക്കുക. കൂട്ടായ്മയിലൊക്കെ ഒത്തിരി പേര് വരുമെങ്കിലും വ്രതമുള്ളത് കുറച്ചേ ഉള്ളൂ. അതാ നാസീർ വ്രതം. അപ്പൊ നാസിറായൊരു ശിംശോനായിരം ഫലിസ്ത്യരെ കാശിനി തന്നിൽ കൊന്ന് വീഴ്ത്തുവാൻ കഴിഞ്ഞെങ്കിൽ ഈശനെ നിനക്കെന്നാൽ ദുശകമെന്തെന്നുള്ളൂ. കാക്കാശിന് കൊള്ളുന്ന കൊള്ളാത്ത കഴുതയുടെ പച്ചത്താടിയിലെടുത്ത് കുന്നുണ്ടെന്നും പറഞ്ഞടിച്ച് ശിംശോൻ അത്ഭുതം ചെയ്യുവാൻ ദൈവം പ്രാർത്ഥനാക്കിയെങ്കിൽ കർത്താവിന് കഴിയാത്ത കാര്യം വല്ലതും ഉണ്ടോ? സ്നേഹിത സഹോദര, നീ പറ എന്നെ ആർക്കും വേണ്ട, ഇനി ആത്മഹത്യയുള്ള നാട് വിട്ടു പോകാം, അയ്യോ ഇനി ചാകുക തന്നെ. അല്ല, നിന്നെ യേശുവിന് ആവശ്യമുണ്ട്. നിനക്കാ തോന്നുന്ന നിന്നെ ആർക്കും വേണ്ടെന്ന്, നിന്നെ കൊണ്ട് യേശുവിന് ആവശ്യമുണ്ട്. അയ്യോ പ്രായം പോകുന്നു, അതൊന്നും വിഷയമല്ല. പ്രായം വിഷയമേ അല്ല. സ്തോത്രം. അയ്യോ 85കാരൻ പണ്ട് പറഞ്ഞ എന്നെ ഒന്നും പറഞ്ഞില്ലേ? ഏ 85കാരൻ പണ്ട് പറഞ്ഞില്ലേ? 80കാരൻ പണ്ട് പറഞ്ഞായിരുന്നു. അതേതാ? 80കാരൻ. അത് 80 വായിച്ച, എന്നിട്ട് പിന്നെ 85 പിടിക്കാം. മോശമൊന്നുമല്ല. അയ്യോ മോശമൊന്നുമല്ല. ആലയമൊന്നുമല്ല. തള്ളയുണ്ടായി. ശമൂവേലിൻ്റെ 2ാം പുസ്തകം
19-ാം അധ്യായത്തിന്റെ 31 മുതൽ അങ്ങോട്ട് വായിച്ചേ. ശമൂവേലിന്റെ 2-ാം പുസ്തകം 19-ന്റെ 31 മുതൽ താഴോട്ട് വായിച്ചേ. ഗിലെയാദ്യനായ ബർസില്ലായിയും രോഗേലീമിൽ നിന്ന് വന്നു രാജാവിനെ യോർദാനക്കര കടത്ത് യാത്ര അയപ്പാൻ അവനോട് കൂടെ യോർദാൻ കടന്നു. അടുത്തത് ബർസില്ലായിയോ 80 വയസ്സുള്ള ഒരു വയോധികനായിരുന്നു. പുള്ളിയുടെ കാര്യമാണ് പറഞ്ഞത്. ബർസില്ലായിയോ 80 വയസ്സുള്ള ഒരു വയോധികനായിരുന്നു, പ്രായമുള്ള അപ്പനാ. മൂപ്പ വായിര്. രാജാവ് മഹനയിമിൽ പാർത്തിരുന്ന പണ്ട് മഹനയിമിൽ പാർത്തിരുന്ന കാലം ദാവീദ് രാജാവ് പണ്ട് മോനെ പേടിച്ചൊരോട്ട ഓടി. പിള്ളേർ ശരിയല്ലേ, പിന്നെ ഓടുവല്ലോ. കൊച്ചുങ്ങൾ ശരിയല്ലേ, നീ വരാന്തേ കിടക്കേ ഉള്ളൂ. കൊച്ചുങ്ങളകത്ത് കയറി മറ്റേ കിടക്കും. അപ്പോ അബ്ശാലോമിനെ പിടിച്ച് പണ്ടൊരു ഓട്ടം ഓടി ഈ പുള്ളി ദാവീദ് ഓടിപ്പോയ കാലത്ത്. ദാവീദ് പണ്ട് രാജാവ് മഹനയീമിൽ പാർത്തിരുന്ന കാലത്ത് അവൻ ഭക്ഷണ സാധനങ്ങൾ അയച്ചു കൊടുത്തു. ഈ ബർസില്ലായി പണ്ട് ശാപ്പാട് ഭക്ഷണമൊക്കെ കൊണ്ട് കൊടുത്തു. ആ കൊടുത്തത് എന്നാന്ന് ഇത് മറിക്കാതെ കൊണ്ടൊന്ന് വായിച്ചേ, അതിൽ വചനം പ്രകാശിക്കുന്നല്ലോ. കൊടുത്തത് എന്നാണ്ട് പുറകിലോട്ടൊന്ന് ഇറങ്ങിക്കുക. ഇത് മറിക്കരുത്, ഇത് നമുക്ക് വായിക്കണം. അപ്പൊ തന്നെ മറ്റേ 17-ാം അധ്യായത്തിന്റെ 27, 28 കൊണ്ട് വായിച്ചേച്ച് പറയാൻ വരണം. ദാവീദ് മഹനയീമിലെത്തിയപ്പോൾ അമ്മോന്യരുടെ രബ്ബയിൽ നിന്ന് നാഗാശിന്റെ മകൻ ശോബി, ലോദേമാരിലെ അമ്മിയലിന്റെ മകൻ മാഗീർ, രോഗേലീമിൽ നിന്ന് ഗിലെയാദനായ ബർസില്ല എന്നിവർ കിടക്കകളും കിണ്ണങ്ങളും മൺപാത്രങ്ങളും ദാവീദിന് കൂടെയുള്ള ജനത്തിന് ഭക്ഷിപ്പാൻ കോതമ്പ്, യവം, മാവ്, മലര്, അമരയ്ക്ക, പയറ്, പരിപ്പ്, തേൻ, വെണ്ണ, ആട്, പശുവിൻ പാൽക്കട്ട എന്നിവയും കൊണ്ടുവന്നു. ജനം മരുഭൂമിയിൽ വിശന്നും ദാഹിച്ചു വിരിക്കുമല്ലോ എന്നവർ പറഞ്ഞു. മാമേ സ്തോത്രം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാണ്. അങ്ങനെ ഒത്തിരി അമ്മമാരും അപ്പന്മാരും ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ടാ ഇങ്ങനെ അങ്ങ് നിന്ന് പോകുന്നത്. ദൈവത്തിന്റെ കൃപ. അപ്പൊ ശ്രദ്ധിക്കുക, ദാവീദ് മഹനയീമിൽ പാർത്തിരുന്ന കാലത്ത് ഈ ഭക്ഷണ സാധനമൊക്കെ കൊണ്ട് കൊടുത്തയാളാ ബർസില്ലായി. ഇനി മുമ്പേ വായിച്ച വാക്യം, ബർസില്ലായോ 80 വയസ്സുള്ള വയോധികനായിരുന്നു. രാജാവ് മഹനയീമിൽ പാർത്തിരുന്ന കാലത്ത് അവൻ ഭക്ഷണ സാധനങ്ങൾ അയച്ചു കൊടുത്തു. പിന്നെ അവൻ മഹാധനികനായിരുന്നു. ഇഷ്ടം പോലെ കാശ് ഉണ്ടായിരുന്നു. ബേബി, കാശ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമായില്ല. കാശ് ഇറക്കി കളിക്കണം. അതാരുടെ വസ്തു? അത് ഞങ്ങളുടെ ഇല്ലയോ? എത്രയുണ്ട്? അത് 3.5 ഏക്കർ കാണും. അതോ? അത് നമ്മുടെ അത് ചെറുക്കൻ ലണ്ടനിൽ പോയപ്പോൾ എഴുതിച്ചാൽ അത് എത്രയുണ്ട്? ഒരു 1.25 കാണും. വീടാണ് അതേളെ മോൻ പണിയിപ്പിച്ചേക്കുന്ന. അവനെവിടെ? അവനിപ്പം കാനഡയിലുണ്ട്. സ്വത്രാഴ്ച ഇടുന്നത് 10 രൂപ. ആട്ടെ, പാവത്തിൻ്റെ ഇരിപ്പ് കണ്ടോ? വല്ലതൊക്കെ കൊടുക്കണം. അങ്ങോട്ട് കൊടുത്താലേ അത് എനിക്കും തരുവുള്ളൂ. എനിക്കത്രയും അതൊന്നും അടുത്ത കൺവെൻഷൻ ഞാൻ പൊതുവെ പറയാം. അതൊക്കെ ഞാൻ പറയും. പിന്നെ നന്ന് തരികയല്ലെന്നോ? എന്നാ യോഗ നടന്നതാണ്. എല്ലാവരുടെ കയ്യിലും വേല ഇറക്കുമ്പോൾ എൻ്റെ അടുക്ക വേല ഇറക്കരുത്. സ്തോത്രം. എനിക്ക് രാത്രി കള്ളനോട്ടടിയൊന്നുമില്ല. നമ്മൾ ഇതുകൊണ്ട് തന്നെ ജീവിക്കുന്ന ആളാണ്. കാശ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചില കാശുകാരെ കണ്ടിട്ടില്ലേ? മീൻ മേടിക്കാൻ വിട്ട മീൻ മേടിക്കുകയല്ല, അവിടെ പോയി നോക്കി നിൽക്കും. രാവിലെ വിട്ടതപ്പോൾ മേടിക്കുകയല്ല. വൈകുന്നേരം വരെ അവിടെ മരത്തെ ചാരി സന്ധ്യ കഴിയുമ്പോൾ ഇത് പയ്യെ ചീ പഠിക്കും. അപ്പോൾ അവർക്ക് മഴയും പെയ്യുന്ന വിറ്റേച്ച് എങ്ങനെയും അപ്പം ഈ പുള്ളി കയറിയേക്കും. എന്താ വില? അത് അച്ഛനും കൊണ്ടുപോക്ക്, ഉള്ളത് തന്നാൽ മതി. എന്തിനാടാ ബേബി ഇങ്ങനെ ജീവിക്കുന്നത്? അതൊക്കെ ആവശ്യമുള്ളവർ അത് ഊതെടുത്തോളൂ. നിങ്ങളെല്ലാം ഒന്നും എടുക്കണ്ട. അതൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട് ആൾ, അവരെടുത്തോളൂ.
ആട്ടെ, നമ്മുടെ വിഷയത്തിൽ വരാം. അപ്പൊ ഈ ബർസില്ലായോ 80 വയസ്സുള്ള വയോധികനായിരുന്നു. ദാവീദ് പണ്ട് മഹനയീമിൽ പാർത്തിരുന്ന കാലത്ത് ഇവനായിരുന്നു ഭക്ഷണ പദാർത്ഥ പാനീയങ്ങളെല്ലാം കൊണ്ട് കൊടുത്തിരുന്നത്. അടുത്ത വാക്യമായിര് രാജാവ് ബർസില്ലായോട് രാജാവ് ബർസില്ലായോട് എന്നോട് കൂടെ പോരുക, എന്നോട് കൂടെ നീ പോരുക, ഞാൻ നിന്നെ യെരൂശലേമിൽ എന്റെ അടുക്ക പാർപ്പിച്ച് രക്ഷിക്കും. അവിടെ ഒരു ദൂത് പറഞ്ഞേച്ചങ്ങ് പോകാം. നീ എനിക്ക് അമരക്കായും പയറും പരിപ്പും അല്ലേ തന്നത്? എന്റെ കഷ്ടതേ, ഞാൻ നിനക്ക് പയറും പരിപ്പും ഒന്നും അല്ല തരുന്നത്. യെരൂശലേമിലെ സുഖജീവിതം. നല്ല ദാവീദാകുന്ന ക്രിസ്തു ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. സ്തോത്രം. നല്ല ദാവീദാകുന്ന യേശു ക്രിസ്തു ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ആ ക്രിസ്തുവാണ് നിന്നോട് പറയാൻ പോകുന്നത്. നീ ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചാൽ, നീ ക്രിസ്തുവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്താൽ, നീ യേശു ക്രിസ്തുവിനെ വേണ്ടി സമർപ്പിച്ചാൽ, നീ യേശു ക്രിസ്തുവിനെ ആരാധിച്ചാൽ, നീ യേശു ക്രിസ്തുവിനെ വേണ്ടി ജീവിച്ചാൽ, നിന്റെ 10 പൈസ ചെലവാക്കിയാൽ, പച്ചവെള്ളം കൊടുത്താൽ, വേലയ്ക്ക് ചുമല കൊടുത്താൽ, നിനക്ക് പയറും പരിപ്പും അല്ല തരുന്നത്, യെരൂശലേമിലെ സുഖജീവിതം. അയ്യോ, എന്റെ വിഷയമല്ല, ഞാൻ അടുത്ത വാക്യത്തിലോട്ട് വരുന്നില്ല. ജോർജ് മിക്കാറ് അത് അടുത്ത അപ്പുറം കൺവെൻഷന് പറയാൻ ഒക്കെയുള്ളതാണ് തോന്നുന്നത്. സ്തോത്രം. കർത്താവ് വരാൻ താമസിച്ച ദാവീദ് ആ കഷ്ടകാലത്ത് ഈ ഭക്ഷണമെല്ലാം കൂടെ കൊണ്ട് കൊടുത്തു. ബർസില്ലായി ദാവീദിനെ കൊണ്ട് നല്ല കാലം വന്നപ്പോഴേ, കഷ്ടകാലം അല്ലയോ ഓടിയത് അങ്ങനെ കിദ്രോൻ തോട് കടന്നു, ഒലിവുമലയെ കയറി. ഇതൊക്കെ നമ്മുടെ കർത്താവ് അനുഭവിച്ചു. സ്വന്തം മോനെ പേടിച്ചാ ഓടിയത്. വിശുകാതമ്പുരാനും അങ്ങനെ സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവരോ. എന്നാലും നമ്മുടെ മിശികാതമ്പുരാനും അന്ത്യത്താഴം കഴിഞ്ഞ് കിദ്രോൻ തോട് കടന്നു. ദാവീദും അങ്ങനെ കിദ്രോൻ തോട് കടന്ന് ഒലിവുമലയുടെ കയറ്റം കയറുക. കർത്താവും പോയില്ലേ ഒലിവുമല. പോവാനത്തിൽ ആദികാവാര വാഗിച്ചതിനാൽ ഗന്ധസമന പോവാനത്തിൽ ആദികാവാരം വാഗിച്ചതിനാൽ ആദിവ്യതയിൽ ആയിട്ടോ താതാനിഷ്ടം നടപ്പതിനനുസരിച്ചോ, താതനിഷ്ടം നടപ്പതിനനുസരിച്ചോ. ഓ നിൻ മരണം കൊണ്ടെന്നെ നരകം നീയകറ്റി, മരണം കൊണ്ടെന്നെ വന്നരകം നീയകറ്റി, നിൻ മഹത്വം തേടിയനി എൻ കാലം കഴിപ്പാൻ കൃപ ചെയ്യണമേ, എൻ കാലം കഴിപ്പാൻ കൃപ ചെയ്യണമേ. യേശുവേ നന്ദി, നന്ദി ദൈവത്തിന് നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, നന്ദി, നന്ദി. ഓ ദേവേശ യേശുപരാ ജീവനേ നീ കായിടിഞ്ഞോ, ജീവനറ്റ പാപികൾക്ക് നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചോ, നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചോ.
ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. യേശുവിന്റെ തിരുമരണം കൊണ്ട്, യേശുവിന്റെ തിരുരക്തം ചിന്തിയത് കൊണ്ട്, യേശുവിന്റെ തിരുമേന് തകർക്കപ്പെട്ടത് കൊണ്ട് ഇന്ന് രാത്രി നമുക്ക് രക്ഷയും വിടുതൽ സമാധാനം ഉണ്ടായി. ഇന്ന് രാത്രി നിനക്ക് രക്ഷ വേണമെങ്കിൽ, വിടുതൽ വേണമെങ്കിൽ, മോക്ഷം പ്രാപിക്കണമെങ്കിൽ, അവൻ രക്ഷപ്പെടണമെങ്കിൽ യേശുവിനെ ഉള്ളത്തിലേക്കെടുത്ത് പോകും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ പുള്ളി കച്ചതയുടെ സമയത്ത് ഭക്ഷണമെല്ലാം കൊണ്ട് കൊടുത്തത് ആ ദാവീദിന്. 80 വയസ്സുള്ള വയോധികനായിരുന്നു ദാവീദ്. പണ്ട് മഹനയീമിൽ പാർത്തിരുന്ന കാലത്ത് ഈ പുള്ളി ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം കൊണ്ട് കൊടുത്തു. ബർസില്ലായോ 80 വയസ്സുള്ള വയോധികനായിരുന്നു. വായിച്ച ഭാഗം എല്ലാം മറിച്ചു. ബർസില്ലായി രാജാവിനോട് പറഞ്ഞു തന്നാൽ മേലെ വായിച്ചേച്ച് നമുക്ക് പറയാം. ബർസില്ലായിയോ 80 വയസ്സുള്ള ഒരു വയോധികനായിരുന്നു. രാജാവ് മഹനീമിൽ പാർത്തിരുന്ന കാലത്ത് അവൻ ഭക്ഷണ സാധനങ്ങൾ അയച്ചു കൊടുത്തു. അവൻ മഹാധനികനായിരുന്നു. രാജാവ് ബർസില്ലായിയോട്, അവൻ മഹാധനികനായിരുന്നു രാജാവ് ബർസില്ലായിയോട്, എന്നോടുകൂടെ പോരുക, എന്നോടുകൂടെ നീ പോരുക, ഞാൻ നിന്നെ യെരൂശലേമിൽ എന്റെ അടുക്കൽ പാർപ്പിച്ച് പറയാ, ഞാന് നിന്നെ യെരൂശലേമിൽ എന്റെ അടുക്കൽ പാർപ്പിച്ച് രക്ഷിക്കുമെന്ന് പറഞ്ഞു. എന്റെ അടുക്കൽ പാർപ്പിച്ച് രക്ഷിക്കുമെന്ന് പറഞ്ഞു. അല്ലാതെ നീ അങ്ങ് ഇപ്പൊ അവിടെ പോയി കിടന്ന് ഞങ്ങൾ പിന്നെ പ്രാർത്ഥിച്ചും പോച്ചും ഒക്കെ നിന്നെ കൊണ്ടുവരാന്നൊന്നുമല്ല പറഞ്ഞു. ആരോട് പറയും? നിന്നെ ഞാൻ കയ്യോടങ്ങ് കൊണ്ടുപോകാന്ന്. സ്തോത്രം. നിന്നെ ഞാൻ യെരൂശലേമിൽ എന്റെ അടുക്കൽ പാർപ്പിച്ച് രക്ഷിക്കും. രക്ഷിക്കാൻ കഴിവുള്ളവനാ ഞാൻ. രക്ഷിപ്പാൻ കഴിവുള്ള ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. ഒറ്റ മധ്യസ്ഥൻ, ക്രിസ്തു മാത്രം. ഒന്നേകാ മധ്യസ്ഥനില്ല. ഒന്നേ ഉള്ളെന്ന് എവിടെ പോയി നീ ഓങ്ങി ആങ്ങി കാണിച്ച് നിൽക്കരുത്. മധ്യസ്ഥൻ ഒന്നേ ഉള്ളു, ക്രിസ്തു. പുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നത്. ഒരേ ഒരു ദൈവം, ജീവനുള്ള ദൈവം. യേശു ക്രിസ്തുവിനെ പറ്റി അങ്ങനെ പറഞ്ഞ മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു, ഏകദൈവം, ഒരേ ഒരു മധ്യസ്ഥൻ, ക്രിസ്തു മാത്രം. ഒരൊറ്റ പരിശുദ്ധൻ, ദൈവം തമ്പുരാൻ മാത്രം. അല്ലാതെ കിഴക്കൊരു പരിശുദ്ധനും വടക്കൊരു പരിശുദ്ധനും പടിഞ്ഞാറിന്റെ പരിശുദ്ധൻ, ഒറ്റ ശുദ്ധന്മാരുമില്ല. ആകെ ഒരു പരിശുദ്ധനുള്ള ദൈവം തമ്പുരാൻ മാത്രം. നീയല്ലോ ഏക പരിശുദ്ധൻ, അങ്ങനെ ആ പുസ്തകത്തിൽ എഴുതിയേക്കുന്നത്. ഒറ്റ മധ്യസ്ഥൻ, ക്രിസ്തു മാത്രം. രക്ഷിക്കാൻ കഴിവുള്ളവന് ഒരുത്തൻ, യേശു ക്രിസ്തു മാത്രം. അവൻ രക്ഷാനായകനാ, അവൻ വിശ്വാസത്തിന്റെ നായകനാ, അവൻ ജീവനായകനാ. സ്തോത്രം, സ്തോത്രം. അതെ. അപ്പോൾ ഈ ജീവനായകനായ ക്രിസ്തു, പാട്ടെല്ലാം വരുന്നുണ്ട്. സമയത്തെ ഭയപ്പെടുന്നതുകൊണ്ട് പാടാൻ അങ്ങ് നിൽക്കുന്നത് ഇല്ല. നമ്മുടെ വിദ്വാൻകുട്ടിച്ചൻ പണ്ടൊരു പാട്ട് പാടിയായിരുന്നല്ലോ ജമൽസിനെ. വിദ്വാൻകുട്ടിച്ചൻ ഒത്തിരി പാടിയായിരുന്നല്ലോ അല്ലേ? അതികളൊഴിച്ചെന്നെ കാക്കുന്നവൻ. പഴയ അഞ്ചരയാ, അഞ്ചര. ആ പാവം പിടിച്ച വിദ്വാൻകുട്ടിച്ചനെ കൂടെ ചതിച്ചത് തൊമ്മനാ. ഏതാ? കൂടാരപ്പള്ളി തൊമ്മൻ. തൊമ്മന്റെ ഒരു വെളിപാടാണ്, ഒരു വെളിവുകേടായി പോയത്. എന്നാലും കുട്ടിയച്ഛന്റെ പാട്ട് കേമം. അതികളൊഴിച്ചെന്നെ കാക്കുന്നവൻ, പക്ഷണാദികൾ തന്നോ നിത്യം പോറ്റുന്നവൻ. അതികളൊഴിച്ചെന്നെ കാക്കുന്നവൻ, പക്ഷണാദികൾ തന്നോ നിത്യം പോറ്റുന്നവൻ. നീതി വഴിയിലെന്നെ നടത്തിക്കൊണ്ടു വരുന്നവൻ. എൻ ജീവനായകനെ മനുവേലേലൻ ജീവനായകനെ. ഞാനവനും അവൻ എനിക്കവനും, പിന്നെ ഞാനവനൊഴികെ
മറ്റാരെയുമേ ഞാനവനും അവൻ എനിക്കവനും പിന്നെ ഞാനവനൊഴികെ മറ്റാരെയുമേ ന്യൂനമറിയുന്നതിൽ എനിക്കവനെല്ലാമായ വൻ എൻ ജീവനായകനെ മനുവേ ലേലൻ ജീവനായകനെ. അവൻ രക്ഷാനായകൻ, യേശുക്രിസ്തു ജീവനായകൻ, അവൻ വിശ്വാസത്തിൻ്റെ നായകൻ, അവൻ മാത്രമാണ് നമ്മുടെ നായകൻ. അനുഗമിക്കുന്നെങ്കിൽ യേശുവിനെ അനുഗമിക്കുക, ആരാധിക്കുന്നെങ്കിൽ യേശുവിനെ ആരാധിക്കുക, അനുധാവനം ചെയ്യുന്നെങ്കിൽ യേശുവിൻ്റെ പുറകെ പോകും, അംഗീകരിക്കുന്നെങ്കിൽ ക്രിസ്തുവിനെ അംഗീകരിക്കുക. അംഗീകരിക്കാനും അനുഗമിക്കാനും കൊള്ളാവുന്ന ഒറ്റയൊരുത്തനുള്ള ക്രിസ്തു മാത്രം. സ്തോത്രം. യേശു ക്രിസ്തുവിനിടയ്ക്ക് ഏതെല്ലാം വകുപ്പിൽപ്പെട്ട ആൾക്കാരാ വന്നേ. പുള്ളി ഒരു പ്രശ്നവും കൂനത്തള്ള വരെ വന്നു. എന്നാ തള്ള ഇങ്ങോട്ട് വരണ്ടെന്നും എന്നാ ഒരു പരുങ്ങല്. നാളെ പറഞ്ഞ പോലെ തല്ലുകൊള്ളുകാന്ന് എല്ലാവരും കൊള്ളിച്ച് വെച്ചാൽ ഞാൻ പോകുള്ളൂ. അങ്ങനെ ഞാൻ തന്നെ തല്ലുകൊണ്ട് വെച്ച് അതൊക്കെ വേറെ കേസ്. അങ്ങനെയൊക്കെ ഇപ്പോൾ തന്നെ തല്ലുകൊണ്ട് പോകുന്ന ഉപദേശിമാരുണ്ട്. ഞാനങ്ങനെ പോലെ ഉള്ളുകാന്നെ മുഴുവൻ എണ്ണത്തിന് ഞാൻ വെച്ചാലും മിക്കാറും. ഊനി വശം കെട്ടൊരു തള്ള ഇല്ലയോ, ഊനിത്തള്ള, ആയുസ് നെവരാത്തൊരു തള്ള. അത് ഊനി പടച്ചു വന്ന് യേശുവിൻ്റെ അടുക്കലോട്ട്. കർത്താവ് പറഞ്ഞു, സ്ത്രീയെ നിന്റെ രോഗബന്ധനമടിച്ചു. ചെമ്മീൻ പോലെ തള്ള ഇരുന്നത്. ചെമ്മീൻ കണ്ടിട്ടില്ലേ? ചെമ്മീൻ ഉണക്കച്ചെമ്മീനാന്നെ കുറച്ചുകൂടെ കൂന് കൂടും. പച്ചയ്ക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഞെട്ടലുണ്ട്. ഉണക്ക അങ്ങ് കണ്ടവാനം കൂനി കണ്ടവാനിരുന്നതല്ലേ. യേശുവിൻ്റെ ഇടയ്ക്ക് ചെന്ന് കർത്താവ് ഇന്ന് വരെ കൂനത് വരാത്തൊരു തള്ള യേശുവിൻ്റെ ഇടയ്ക്ക് ചെന്ന് യേശു പറഞ്ഞു, സ്ത്രീയെ നിന്റെ രോഗബന്ധനം. തള്ളയാണ്ട കമ്പിപടി പോലെ നിൽക്കുന്നു. അതാ പറഞ്ഞ അനുഗമിക്കുന്നെങ്കിൽ യേശുവിനെ അനുഗമിക്കാം. നിന്റെ ജീവിതത്തിൻ്റെ ഊനം മാറ്റും. നിന്റെ കുടുംബം നിവർന്നു വരും. നിന്റെ സന്തതി നേരെ നിൽക്കും. നിന്റെ സന്തതിയുടെ സന്താനം നേരെ നിൽക്കും. അനുഗമിക്കുന്നെങ്കിൽ യേശുവിനെ അനുഗമിക്കും. പ്രൈസ് ദി ലോർഡ്. അന്നേരം വേറൊരു സഹോദരി വരുന്നത് ആരാ? രക്തസ്രവക്കാരി. അവളാന്ന് തിക്കുമ്പൊക്കെ നോക്കിയായി നടക്കുന്നത്. യേശുവിൻ്റെ അടുക്കലോട്ട് വന്ന് ദേഹത്തെങ്ങാണ്ട് തൊടാൻ വന്നതാ. കർത്താവ് അതിനൊന്നും എതിരല്ലല്ലോ. ശരീരത്ത് തൊടാനായി ഈ സഹോദരി വന്നത്. കാരണം സൗഖ്യം കിട്ടും. പക്ഷെ തെള്ളു കാരണം ദേഹത്തങ്ങണ്ട് തൊടാൻ വന്നപ്പോൾ തുണിയിലാ കൊണ്ടത്. തള്ളേന്താണ് ആ തുണിയെങ്കിൽ തുണി കയറി തൊട്ട് ടപ്പെന്നങ്ങ് സൗഖ്യമായി. അന്നേരം ക്രിസ്തു നിന്ന് ചോദിച്ചു, എന്നെ തൊട്ടത് ആര്? അപ്പൊ ശിഷ്യന്മാര് പറഞ്ഞു, തൊട്ടെന്നോ ഉള്ള ആണ്ട് പീറ്റർ 3 പ്രാവശ്യം ഉരുട്ട് വീണച്ചിരിക്കുക ആള് കാരണം. തോമാച്ചനെ മിക്കാറും വൈകിട്ട് കിഴി കുത്തണ്ടി വരും. ആള് കൂടുകയെന്ന്. കർത്താവ് പറഞ്ഞിടാ, നീ അല്ല ഈ തള്ളുണ്ടാക്കിയത്. ഫോട്ടോ എടുക്കാനും വാട്സപ്പിൽ വരാനും. എൻ്റെ കാര്യമെല്ലാം വാട്സപ്പിൽ പിന്നെ ഇപ്പം അങ്ങനത്തെ ഒരു കാലമാണല്ലോ. എന്തേലും വന്നാൽ ഉടനെ അത് വാട്സപ്പിനകത്തും പിന്നെ വേറെ ഒരു നാട്ടൊരു ബുക്കുണ്ടല്ലോ, ആ ഫേസ്ബുക്ക്, ആപ്പും ബുക്കും ഒക്കെ ആപ്പം മൊത്തം ആണെന്ന്. ഒരു ട്രാക്ട് കൊടുത്ത ഉടനെ അത് എത്രയോ അപ്പന്മാർ ട്രാക്ട് കൊടുത്ത്, എത്രയോ പേര് പരദ്യോഗം നടത്തി, എത്രയോ പേര് കൺവെൻഷൻ വെച്ച് ഒരാപ്പിനകത്തും. അവരാപ്പിനകത്തൊന്നും വീഴുകയല്ല. നീ ആപ്പിനകത്ത് കൂടെ വീടുന്നത് കൊണ്ടായി ആപ്പിനകത്തോട്ട് ഇടുന്നത്. പ്രതിഫലം അവിടെ ചെല്ലുമ്പോഴല്ലേ കിട്ടുന്നേ. സ്തോത്രം. കർത്താവ് നിന്നെ ചോദിച്ചു, എന്നെ തൊട്ടതാരാ?
അപ്പൊ ചോദിച്ചാൽ ആരും തൊട്ടം നോക്കിയോ തട്ടിയും മുട്ടിട്ട് നടക്കാം. അങ്ങനൊന്നും അല്ല. ഈ ആൾക്കൂട്ടം തന്നെ നാരാണ്ട് എന്നെ വിശ്വാസത്തോടൊന്ന് തൊട്ടിട്ടുണ്ട്. എങ്ങനെ അറിയാം? എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഇന്ന് രാത്രി അവങ്കിൽ നിന്ന് ശക്തി പുറപ്പെടുന്ന രാത്രിയാണ്. മാറാ രോഗത്തിൽ, തീരാ വ്യാധിയിൽ, ആശുപത്രി തള്ളിയ കേസ്, ഏത് രോഗമാകട്ടെ, അടുത്തു വാ, യേശുവിൽ നിന്ന് ശക്തി പുറപ്പെടും. ഹല്ലേലൂയ! നിന്നെ സൗഖ്യമാക്കുന്ന യേശു. അന്നേരം വലിയ രക്തസ്രവം നിന്നത്. ഇങ്ങനെ വായിക്കുന്ന ബാധ ഒഴിഞ്ഞ സ്ത്രീ സ്വസ്ഥതയാകണമെങ്കിൽ യേശുവിനടുക്ക വരണം. അല്ല ഇപ്പം സ്വസ്ഥത ഇല്ലല്ലോ. ഇപ്പം പലർക്കും സ്വസ്ഥത ഇല്ല. കർത്താവ് എന്നെ തൊട്ടെന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയില്ല. ശിഷ്യന്മാരാരും എന്തിനാടി അങ്ങനെ പോയി തൊട്ടെന്നൊന്നും. അല്ല ഞാൻ പറഞ്ഞ അനുഗമിക്കുന്നെങ്കിൽ യേശുവിനെ ഇടയ്ക്കിടയ്ക്ക് തൊടാ, ഒരു കുഴപ്പവും ഇല്ലെന്ന്. യേശുവിനെ അതാ ഞാൻ പറഞ്ഞ അനുഗമിക്കുന്നെങ്കിൽ യേശുവിനെ അനുഗമിക്കാൻ, ആരാധിക്കുന്നെങ്കിൽ യേശുവിനെ ആരാധിക്കുക. സ്തോത്രം. ജമലസനെ പാട്ട് വരുന്നു. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലാരാധ്യനാരുമില്ല. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലാരാധ്യനാരുമില്ല. അവനിൽ ശരണപ്പെട്ടാരുമേ ആരുമേ ഒരു നാളും മലയാതെ മോദമായി അവനിൽ ശരണപ്പെട്ടാരുമേ ആരുമേ ഒരു നാളും മലയാതെ മോദമായി ഓ മരുവും മരുവിലും ശാന്തമായി ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. പതിനായിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. വരുവിൻ വണങ്ങി നമസ്കരിപ്പി, ഒരുമിച്ചുണർന്ന് പുകഴ്ത്തിടുവി. വരുവിൻ വണങ്ങി നമസ്കരിപ്പിൻ, ഒരുമിച്ചുണർന്നു പുകഴ്ത്തിടുവിൻ. ബലവും ബഹുമാനമാകവേ തിരുമുൻപിൽ അർപ്പിച്ചു വീഴുവിൻ. ബലവും ബഹുമാനമാകവേ തിരുമുൻപിൽ അർപ്പിച്ചു വീഴുവിൻ. ഓ തിരുനാമമെന്നേക്കും വാഴ്ത്തുവേ. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. പതിനായിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. അനുഗമിക്കാനും ആരാധിക്കാനും അംഗീകരിക്കാനും പറ്റിയ ഒരുവനേ ഉള്ളൂ, ക്രിസ്തു മാത്രം. പ്രൈസ് ദി ലോർഡ്. അതെ, ആ ഇടത്തെ ഭാഗത്തോടെങ്കിലും കൂറ് പുലർത്തണമല്ലോ. അപ്പോൾ ഇവിടെ ദാവീദ് പറയുക, കർത്താവിന് മഹത്വം, നീ എന്നോടുകൂടെ യെരൂശലേമിൽ അബ്രാലേഖനത്തിൽ നിന്ന് മിക്കാറും പറയാനൊക്കത്തില്ല. അത് കർത്താവ് അനുവദിച്ച് ദൈവം സഹായിക്കുകയാണെന്ന് നമുക്ക് അടുത്ത കൊല്ലം അതുപോലെ സ്തോത്രം. എതിലേ പോകാനും ക്രിസ്തു ആണല്ലോ വിഷയം. സ്തോത്രം. അപ്പൊ ഈ ദാവീദ് പറയുകയാ, നിന്നെ ഞാൻ യെരൂശലേമിലോട്ട് കൊണ്ടുപോകാൻ പോവാ. യെരൂശലേമോ? അയ്യോ, സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്, തമ്മിൽ ഇടങ്ങിയ നഗരമായി പണിതിരിക്കുന്ന യെരൂശലേമേ. അങ്ങനല്ലേ വായിച്ചേ? എവിടാന്നോ?
ആ വായിര്. ഒന്നുകൂടെ മൈക്ക് കിടന്നു വായിര്. ഒന്ന് മുതൽ അങ്ങോട്ട് വായിച്ചു. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്നവർ പറഞ്ഞപ്പോൾ, യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്നവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. നെഞ്ചുവേദന ഉണ്ടായെന്നല്ല. യെരൂശലേമേ, ഞങ്ങളുടെ കാലുകൾ നിന്റെ വാതിലുകൾക്കകത്ത് നിൽക്കുന്നു. തമ്മിൽ ഇണക്കിയ നഗരമായി യെരൂശലേമേ, ഞങ്ങളുടെ കാലുകൾ നിന്റെ വാതിലിന് അകത്ത് നിൽക്കുന്നു. നീട്ടി ചൊല്ലിട്ടൊന്നും കാര്യമില്ല കുഞ്ഞുഞ്ഞെ. തമ്മിലിണക്കിയ നഗരമായി പണിതിരിക്കുന്ന യെരൂശലേമേ, തമ്മിൽ ഇണക്കിയ നഗരമായിരിക്കുന്ന നഗരമായി പണിതിരിക്കുന്ന യെരൂശലേമേ, അവിടേക്ക് ഗോത്രങ്ങൾ, യഹോവയുടെ ഗോത്രങ്ങൾ തന്നെ, അവിടേക്ക് ഗോത്രങ്ങൾ, ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന് സാക്ഷ്യത്തിനായി യഹോവയുടെ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു. അവിടെ ന്യായാസനങ്ങൾ, ദാവീദ് ഗൃഹത്തിന്റെ ന്യായാസനങ്ങൾ തന്നെ ഇരിക്കുന്നു. ഗൃഹത്തിന്റെ ന്യായാസനങ്ങൾ തന്നെ ഇരിക്കുന്നു. പിന്നെ യെരൂശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പീൻ. അത്യാവശ്യമാണ് യെരൂശലേമിന്റെ സമാധാനത്തിനായി. സാറ് പണ്ടൊരു പാട്ട് പാടി ഈ സങ്കീർത്തനം വെച്ച്. നേരമില്ലതാ. നോക്കില്ലാർക്കും മതി പരമന്നീരം. ഞാൻ അറിയാം, പഴയ പാട്ടാ. ബ്രദറുകാരുണ്ട്, അറിയാം. നിങ്ങളവിടെ പോകുന്നല്ലാതെ പാട്ട് വന്നു. സൈമൻ സാർ എഴുതിയ പാട്ടാന്ന്. നോക്കില്ലാർക്കും മതി പരമന്നീരം. യെരൂശലേമേ, നോക്കില്ലാർക്കും മതി പരമന്നീരം. ഭാഗ്യനാഥന്റെ ദിവ്യമാം ആലയം, ഭാഗ്യനാഥന്റെ ദിവ്യമാം പോകണ പുനരെന്നു ചൊം നല്ലതെന്നു മോദമുദിച്ചുത്. ഒക്കത്തില്ല ഒക്കെയല്ല. പോകണ പുനരെന്നു ചൊം നടുമോദവും ഓദിച്ചത്. നോക്കിലാർക്കും മതി പരമം നീർ. യെരൂശലേമേ, നമുക്കായിട്ട് യെരൂശലേം ഒരുക്കുന്നുണ്ട്. അവിടോട്ടാ നമുക്ക് കോളിങ് കിട്ടിയേക്കുന്നത്. ഇപ്പം നിനക്ക് ചെറ്റപ്പരയൊക്കെ ആയിരിക്കും ചാണകിട്ട് മേടിക്കും. നിലന്തല്ലി കൊണ്ടെല്ലാം അടിച്ച്, നിലന്തല്ലി ഇല്ലേ, നിലന്തല്ലി ഉള്ള കിഴക്കോട്ട് പോകുന്ന ആ പരിക്കപ്പളാവിൻ്റെ കിഴക്കോട്ടുള്ള ആ തായ്വേരിന് ഇപ്പുറത്തെ തെക്കേ വേര് എടുത്തേച്ചാ നിലന്തല്ലി ഉണ്ടാക്കുന്നത്. നിലന്തല്ലി കണ്ടിട്ട് ഉള്ള നിലന്തല്ലി അടി ചൂപ്പാട് വന്നതാ ഇരിക്കുന്നത്. നിലന്തല്ലി ചാണകം ഇട്ട് മിഴുന്ന തറയല്ലേ, തറകിറപ്പിച്ച് ഞാൻ നിലന്തല്ലിക്ക് അടിച്ച് ഒരു വലിയും വെള്ളത്തിലൊരു മുക്കും പിന്നെ ഒരു അടി, അങ്ങനല്ലേ തല്ലി തൂപ്പാട് വന്ന തള്ളമാരാ. ചാണകം കേട്ട് മേടുന്ന തറയാ. യെരൂശലേമിൽ അതൊന്നും അല്ല. നിന്റെ ഈ കെടുമതിയെല്ലാം മാറും. നിന്റെ ഇപ്പോഴത്തെ ഈ അരാജക അത് മാറ്റാനാണ് യേശു ഇങ്ങോട്ട് വരുന്നത്. ഇപ്പം നമ്മളെ ചിലർക്കൊക്കെ ആക്ഷേപമാണ്. വണ്ടിയിലൊക്കെ കയറും, ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പം അവർ തമ്മിൽ ഓടാ, നിനക്ക് എന്തെങ്കിലും മൂളയുള്ളതിനാന്നോ? ഞങ്ങൾക്ക് ഈ മർമ്മം ദൈവം വെളിപ്പെടുത്തി തന്നില്ലേ? ഇത് അനുഭവിക്കുന്നതുകൊണ്ടാണ് ഇന്നെയും വിളിക്കുന്ന വരാൻ. പ്രൈസ് ദി ലോർഡ്. പണ്ടത്തെ കാലമൊന്നും ഞാൻ വിസ്തരിക്കുന്നില്ല, എന്നെക്കാൾ അനുഭവിച്ചവരാന്നല്ലോ കൂടുതലും. പെരമേയാൻ ചിലപ്പോൾ ഓല കാണുകയില്ല. ഓല ഇല്ലാത്ത കാലം ഉണ്ടെന്നോ പരാധീനതയല്ലേ പിള്ളേർക്ക്. ചിലപ്പോൾ ഓല കെട്ടാൻ ഒക്കത്തില്ല. നായന്മാർക്ക് പോലും ഓടിടാനൊക്കാത്ത കാലമായിരുന്നല്ലോ. എന്നൊക്കെ ആനവായമ്പര എന്നാ പറഞ്ഞത്. ആനവായമ്പര ഇല്ലയോ എന്ന് പറഞ്ഞ ഒറ്റ വാതിൽ സമാഗമന കൂടാരം പോലെ ആനവായമ്പര. ഒരു വാതിൽ കാണും, 4 വശവും എല്ലാം കൂടെ തടുത്ത് കൂട്ടി തല്ലി ഒതുക്കി അതിൻ്റെ അങ്ങേ മൂലയ്ക്കായിരിക്കും 3 അടുപ്പുകല്ലും. മംഗലമാണെന്നല്ലോ അന്ന് കൂടുതൽ. മംഗലവും ഒരു മംഗലം പൊട്ടിയപ്പോൾ അതിനകത്ത് തുണി തിരികെ കയറ്റി.
മംഗലത്തിന് കിഴുത്ത വീണമെന്ന് കച്ചമറയുടെ അറ്റം ഉരുട്ടി അതിലോട്ട് അത് ആ കൊടിയുടെ ചോട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ചെല്ലിക്ക പാസ്റ്റ് ഇതല്ല എങ്ങനെ, ഞാൻ ഇന്നലെ ചന്ദ്രനിൽ നിന്ന് താഴോട്ട് വീണതല്ലേ. അങ്ങനെയൊക്കെയുള്ള കാലമേ. സ്തോത്രം. 8-10 പിള്ളേർ കാണും. ബെഡ്റൂം ഒന്നും കാണുകയല്ല. ഇപ്പൊ എല്ലാവർക്കും ബെഡ്റൂമാണ്. എന്നാൽ ഒന്നുമില്ല. അഞ്ഞി എല്ലാം വിളമ്പി കൊടുത്ത ചിക്കവ അങ്ങോട്ട് നിവർക്കും. കുട്ടനാട്ടിലൊക്കെ ചിക്കവ എവിടെ പനമ്പായിരിക്കും. എന്തുവാലും ആട്ടെ, ചിക്കവ അങ്ങോട്ട് നിവർക്കും. ഈ ചിക്കവ ചുറ്റി വെച്ചേക്കല്ലയോ ഒരു മൂലയല്ല. അതെടുത്ത് അങ്ങോട്ട് 5-8 പിള്ളേരും അപ്പനും അമ്മയും ചിലപ്പം വല്യപ്പനും വല്യമ്മയൊക്കെ കാണും. എല്ലാം ഇങ്ങനെ ചിക്കവ അങ്ങോട്ട് നിവർക്കുമ്പം ഇത് ഈ നിവർത്ത് വെച്ച തീർത്ത് വെച്ചയുടെ ഉരുണ്ട് വരാതിരിക്കാൻ ഉറങ്ങിയ കൊച്ചിനെ ആദ്യം അവിടെ കിടത്തും. പിന്നെ അത് നേരത്തെ കിടന്നുറങ്ങിയതാ കഞ്ഞി കുടിക്കാതെ. എന്നാ പിന്നെ അതിനെ അങ്ങോട്ട് കിടത്തിയേക്കാൻ. ബാക്കി പിന്നെ നിവർത്തോണ്ട് പോകും. ഓരോന്ന് കയറി. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ദാവീദാകുന്ന യേശു നിന്നെ യെരൂശലേമിലേക്ക് ക്ഷണിക്കുക. നിന്റെ ആത്മരക്ഷ തരുവാൻ, നിനക്ക് നിത്യജീവൻ തരുവാൻ, നിന്നെ രക്ഷിക്കാൻ, നിനക്ക് സമാധാനം തരാൻ, നിന്റെ കുടുംബത്തിന് ശാന്തയുണ്ടാകുവാൻ, നിന്റെ സന്തതി രക്ഷപ്പെടാൻ ഇന്ന് രാത്രിയും യേശു നിന്നെ വിളിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പൊ ഇങ്ങനെയുള്ള ആ സ്ഥിതിയിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയി യെരൂശലേമിലോട്ട്. യെരൂശലേം തമ്മിൽ ഇണങ്ങിയ നഗരമായിട്ട് പണിതം കൊണ്ട് വെച്ചിരിക്കുമല്ലോ. 12 വാതില്, പിന്നെ മില്ലോ, ഗോപുരം, കോട്ടകൾ, അതെല്ലാം അങ്ങോട്ട് വാതിലൊക്കെ അങ്ങോട്ട് അതൊക്കെ വിസ്തരിക്കാൻ നേരമില്ല. 12 വാതിലാണ്. ആട്ടിൻ വാതിലുണ്ട്, മീൻ വാതിലുണ്ട്, താഴ്വര വാതിലുണ്ട്, കുപ്പവാതിലുണ്ട്, ഉറവ് വാതിലുണ്ട്, നീർവാതിലുണ്ട്, കുതിരവാതിലുണ്ട്, ഹമ്മിത്കാത് വാതിലുണ്ട്, കിഴക്കേ വാതിലുണ്ട്, കോൺ വാതിലുണ്ട്, എബ്രഹിം വാതിലുണ്ട്. 12 വാതിലാ. വാതിലൊക്കെ ഒരേ ആത്മീയ അർത്ഥമാണ്. ആട്ടിൻ വാതില് അത് രക്ഷയെ കാണിക്കുന്നതാണ്. യെരൂശലേമിലോട്ട് കയറണമെങ്കിൽ ആദ്യം ഈ വാതിൽ വരണം. ഏതാ? ആട്ടിൻ വാതിൽ വരണം. ആദ്യത്തെ വാതിൽ ആട്ടിൻ വാതിൽ. ആട്ടിൻ വാതിലല്ല, ചില വിചാരം ആട്ടിൻ വാതിൽ, ആട്ടുന്ന വാതിലൊന്നുമല്ല. അത് പറയാം. യെരൂശലേമിനകത്തോട്ട് ആടിനെ കൊണ്ടുപോകുന്നത് ഈ വാതിൽ വഴിയാണ്. യാഗം കഴിക്കാനും യാഗത്തിന് കൊണ്ടുപോകുന്ന ആടുകളെയല്ല ഈ വാതിലെ കൂടെ അങ്ങോട്ട് കയറ്റും. അവന് സാക്ഷാൽ ദൈവകുഞ്ഞാടാകുന്ന ക്രിസ്തുവിനെ കാണിക്കുന്നു. അതിലേ കടന്നു പോകുന്ന ക്രിസ്തുവിനെ ചൂണ്ടിക്കൊണ്ട് യോഹന്നാൻ സ്നാപകന് സങ്കോചം കൂടാതെ പറഞ്ഞത്, ആണ്ട് പോകുന്ന കുഞ്ഞാട്. സ്തോത്രം. സാക്ഷാൽ കുഞ്ഞാട് ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാടിലും അങ്ങനെയില്ല, കുഞ്ഞാട് നീ യോഗ്യൻ. അപ്പോൾ സാക്ഷാൽ ആ ആട്ടിൻ വാതില് ക്രിസ്തുവിനെ കാണിക്കുന്നു, അത് രക്ഷയെ കാണിക്കുന്നു. ഈ വാതിലിൽ കൂടെ അല്ലാതെ ഇതിനകത്ത് കയറാൻ ഒക്കത്തില്ല. യെരൂശലേമിൽ പോകണമെങ്കിൽ ആട്ടിൻ വാതിൽക്ക് വന്നേ ഒക്കൂ. നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ കുഞ്ഞുഞ്ഞേ, നീ യേശുവിനെ രക്ഷിതാവാ. ഞാൻ കുരുടാമണിലെയാന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകുകയല്ല. ഞാൻ കുന്നേലയാന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകത്തില്ല. ഞാൻ കുരിശുമൂട്ടിലെയാന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകത്തില്ല. ഞാൻ പള്ളി വാതിക്കൽ, നീ വാതിക്കൽ ഇരിക്കുകയുള്ളൂ. നീ സ്വർഗത്തിൽ പോകുകയല്ല. നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. തോമാസ് ലീഗ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അത് ഞാൻ ഇപ്പൊ തർക്കിക്കുന്നില്ല, ഉണ്ടെങ്കിൽ വരട്ടെ. പക്ഷെ സ്വർഗത്തിൽ പോകുകയല്ല. തോമാസ് ലീഗ കിടന്ന കട്ടിലാണ് ഇവിടെ. സ്വർഗത്തിൽ പോകുകയല്ല. കട്ടിൽ നീ ഇവിടെ കിടക്കും. സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ആ വാതിൽ ആട്ടിൻ വാതിൽ. യെരൂശലേമിനെ പറ്റിയൊക്കെ അങ്ങ് നിന്ന് വിസ്തരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. സ്തോത്രം. നമുക്ക് വേണ്ടി ഒരു യെരൂശലേം ഒരുക്കുന്നുണ്ട്. ദൈവം അവർക്കായിട്ടൊരു നഗരം പിതാക്കന്മാരില്ലാതെ കണ്ടേച്ചാ പോയത്, ദൂരത്ത് നിന്ന്. അങ്ങനല്ലയോ എബ്രായലേഖനത്തിൽ വായിക്കുന്നത്? നമ്മെ കൂടാതെ വാഗ്ദത്ത പൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് ഏറ്റവും നല്ലതൊന്ന്. എന്നിട്ട് പറയാ, ഇവരെല്ലാവരും ദൂരത്ത് നിന്ന് അത് കണ്ടു. ഏതാ? അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് ആദിയായ പിതാക്കന്മാരെല്ലാം ദൂരത്ത് നിന്ന് അത് കണ്ടു. അല്ലാതെ അവര് ആഴ്ചയില്ലാത്തെല്ലാം കണ്ടു നടക്കുകയല്ലായിരുന്നു.
നിന്റെ കണ്ണടിച്ചു പോവും. നിനക്ക് കണ്ണിന് കാഴ്ച വന്നത് തിരുവചനം വായിക്കാനാ. മായയെ നോക്കാതെ വണ്ണം മമ കൺകൾ നീ തിരിച്ചു. മായയെ നോക്കാ, ഇത് മായ ചന്തയാ, ഇത് മുഴുവൻ. മായ 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 ചന്തയാ, നോക്കരുത്. മായയെ നോക്കാതെ വണ്ണം മമ കൺകൾ നീ തിരിച്ചു. മായയെ നോക്കാതെ വണ്ണം മമ കൺകൾ നീ തിരിച്ചു. മകൾ ഗുരു നിൻ വഴിയിൽ എന്നെ നടത്തണമേ. മകൾ ഗുരു നിൻ വഴിയിൽ എന്നെ നടത്തണമേ. മായ നോക്കരുത്. ഈ കണ്ണ് തിരുവചനം വായിക്കാനും ധ്യാനിക്കാനുമാ. നീ ആവശ്യമില്ലാത്തെല്ലാം കണ്ടോണ്ടിരിക്കരുത്. സാമേ, അവരടുത്ത് വന്നപ്പോൾ നീ തട്ടി മാറ്റി. അവൻ വാക്യം കാണിക്കുക, അവന്റെ ബുദ്ധി. അതുവരെ അവൻ കണ്ടത് വേറെ ഏതാണ്ടല്ല. അവൻ അപ്പച്ചനടുത്തോട്ട് വന്നവൻ 23-ാം സംഘത്തിന് യഹോവ എൻ്റെ വളച്ചലെടുക്കരുത്. ആവശ്യമില്ലാത്ത ഒന്നും കാണരുത്. കാണാൻ ഒത്തിരി ഉണ്ടല്ലോ, ഇഷ്ടം പോലെ ഇല്ലയോ കാണാൻ. എന്തെല്ലാം കാണാൻ കിടക്കുന്നു, എന്തെല്ലാം. ഒരു ദൈവത്തിലത് കാണരുത്. പണ്ടേ പുരാണ കഥയിലുണ്ടല്ലോ, ഭീമൻ അല്ലേ ഭാര്യയ്ക്ക് പൂ പറിക്കാൻ പോയില്ല. എന്തോ പൂവാ, ഓ എന്തുവാ, കല്യാണതോന്തിയം പൂ. അപ്പം ഭാര്യയ്ക്ക് അത് ആവശ്യമാണ്. പുള്ളി പൂ പറിക്കാൻ ഒരു പോക്ക് പോയി. ആ പോയ കൂട്ടത്തിൽ അല്ലേ ഹനുമാനെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദം ഉണ്ടായി. ഭീമനെ കണ്ടപ്പം പുള്ളി വഴി കിടന്ന് വാലിങ്ങനെ കുറുക്കിട്ട് അപ്പം പുള്ളി പറഞ്ഞ് വാല് മാറ്റാൻ പറഞ്ഞു. ഗത കൊണ്ട് അങ്ങോട്ടൊന്ന് മാറ്റിയേക്കാൻ പറഞ്ഞു. അയാളിട്ട് ഇളക്കിയിട്ടൊന്നും ഇത് അനങ്ങുന്നില്ലെന്ന്. പുരാണ കഥയാ. അപ്പം ആദ്യം പുള്ളിനെ പരിഹസിച്ചെന്നാ പറഞ്ഞത്. നോക്കടാ, നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കടാ നീ അങ്ങ് മാറി കിടാ ഷടാ ദുർഘട സ്ഥാനത്ത് ഇവിടെ അങ്ങ് വെള്ളക്കൂടം ഇല്ലായിരുന്നോ? അതാ ചാട്ടത്തിൽ നിന്നും പിഴച്ചു പോയോ നിന്റെ കൂട്ടത്തിൽ മറ്റാരും ഇല്ലാത്തതെന്തോടോ. പിന്നുണ്ട്, നാട്ടിൽ പ്രഭുക്കളെ കണ്ടാറിലറിയാത്ത കാട്ടിൽ കിടക്കുന്ന മൂളിക്കൊരങ്ങ് ആക്ഷേപിച്ചു. ഇതൊക്കെ എൻ്റെ വല്യമ്മ എന്നെ പഠിപ്പിച്ചതാണ്. ഇപ്പോഴും ഉണ്ട് 101. അപ്പം ഇങ്ങനെ ആക്ഷേപിച്ചപ്പം പുള്ളി കിടന്ന കിടപ്പിൽ അങ്ങോട്ടും ആക്ഷേപിച്ചു. പുള്ളി പറഞ്ഞുണ്ട്, മർക്കടൻ എന്ന് നീ ധിക്കരിക്കേണ്ടടോ, മർക്കടന്മാരിലും മുഷ്കരന്മാരുണ്ട്. പണ്ടോര് മർക്കടത്താനല്ലയോ പന്തി കണ്ടനെന്നുണ്ടായ നക്തഞ്ചരേന്ദ്രന്റെ വാരുകൊണ്ടാശു വരിഞ്ഞു കെട്ടിച്ചതാ 4 സമുദ്രങ്ങൾ ചാടിക്കിടന്നതും മറ്റൊരു ദേഹം മഹാവാരി രാശിയെ സത്വരം ചാടിക്കിടന്ന ഞാൻ നഗ്നസ ശങ്ക കൂടാതെ നിശാചര വീരന്റെ ലങ്കയിൽ പൊക്ക് ഭയങ്കരന്മാരായ കിങ്കരന്മാരെ പലരെ വധിച്ചതും. അങ്ങനെ ഒത്തിരി ഉണ്ട്. അതെല്ലാം കഴിഞ്ഞേച്ച് പുള്ളി എല്ലാം സമാധാനമൊക്കെ ആയി അങ്ങോട്ട് ചെന്നപ്പം ഈ കല്യാണതോന്തിയ പൂ പറിക്കാൻ. അപ്പം കണ്ട കാഴ്ചയായി പറഞ്ഞത് ഒത്തിരി കണ്ടു. അവിടെ ചെന്നപ്പോൾ ഓരോന്നൊക്കെ കാണുക. പുള്ളി ആവശ്യമില്ലാത്തെല്ലാം അങ്ങ് കണ്ടു. അത് പലത സാമ്രാട്ടായ നമ്പിയാര് അത് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കെല്ലാം അറിയത്തില്ല, എന്നാലും പഠിച്ചവർക്കറിയാം. നിങ്ങൾ പഠിച്ചവരുണ്ട്. അതിങ്ങനെ കല്ലോലജാലം കളിക്കുന്ന കണ്ടു. തുറച്ചാനറിയാല്ലയോ? അതാ പഠിച്ചല്ലേ. കല്ലോലജാലം കളിക്കുന്ന കണ്ടു, കമലമണി നിറമുടയ കമലമത് കണ്ടു, കല്യാണിമാരും കുളിക്കുന്ന കണ്ടു. പുള്ളി ഇതെല്ലാം കണ്ടെന്ന നമ്പ്യാർ എഴുതി വെച്ചേക്കുന്നത്. കല്ലോലജാലം എന്ന് പറഞ്ഞാൽ വെള്ളത്തിരകളാണ്. കല്ലോലജാലം കളിക്കുന്ന കണ്ടു, കമലമണി നിറമുടയ കമലമത് കണ്ടു, കല്യാണിമാരും കുളിക്കുന്ന കണ്ടു, പുല്ലുമയ്ക്കൊണ്ട് ചടല ജല വടവുമത് കണ്ടു, അന്നങ്ങളങ്ങോ പറക്കുന്ന കണ്ടു, അനതരനം അവയുടയ നടനമത് കണ്ടു, ചക്രവാകങ്ങളുടെ വിക്രമം കണ്ടു. പിന്നെ ഒത്തിരി കണ്ടു പുള്ളി. അല്ല മൈക്കിലൂടെ പറയാനൊക്കത്തില്ല. മാരാരി കൂറ്റം മതിക്കുന്ന കണ്ടു, ഐരാവതം വന്നിറങ്ങുന്ന കണ്ടു, ഗന്ധദ്വീപം വന്നിറങ്ങുന്ന കണ്ടു. അങ്ങനെ കണ്ട് പുള്ളി പൂവും കണ്ടു. നീ കാണേണ്ടത് യേശു ക്രിസ്തുവിനെയാണ്. അല്ലാതെ ആവശ്യമില്ലാത്തതെല്ലാം നീ കണ്ടു നടക്കരുത്. നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ക്രിസ്തു
നിനക്ക് വേണ്ടി രക്തം ചിന്തിയ ക്രിസ്തു, നിനക്ക് വേണ്ടി ജീവനെ തന്ന ക്രിസ്തു. ആ ക്രിസ്തുവിനെ ഇന്ന് രാത്രി കണ്ടേ ഇവിടുന്ന് പോകാവൂ. അവിടെ നമ്മുടെ വിഷയത്തിൽ അപ്പൊ ആദ്യത്തെ വാതിൽ ആട്ടിൻ വാതിൽ, ഇതിനകത്തൂടെ വേണേ യെരൂശലേമിൽ കയറാൻ. ഞാൻ വിസ്തരിക്കുന്നില്ല, പിന്നെ മീൻ വാതിലും ഒക്കെ ഉണ്ട്, പോട്ടെ. അപ്പോൾ ഈ ഇങ്ങനെ ഇണക്കി പണിതിരിക്കുന്ന നഗരമായി യെരൂശലേം. ഈ യെരൂശലേമിലെ ജീവിതത്തിന് ദാവീദ് ബർസില്ലായിയെ വിളിച്ചു വരാൻ പറഞ്ഞു. നിന്നെ ഞാൻ യെരൂശലേമിൽ എൻ്റെ അടുക്ക പാർപ്പിച്ച് രക്ഷിക്കും, ബാ. എന്നിട്ടും ബർസില്ലായി എന്നാ പറഞ്ഞു? അയ്യോ, എന്നോട് കൂടെ പോരുക, ഞാൻ നിന്നെ യെരൂശലേമിൽ എന്റെ അടുക്കൽ പാർപ്പിച്ച് രക്ഷിക്കുമെന്ന്. നീ എന്നോട് കൂടെ പോരുക, ഞാൻ നിന്നെ യെരൂശലേമിൽ എന്റെ അടുക്കൽ പാർപ്പിച്ച് രക്ഷിക്കുമെന്ന് പറഞ്ഞു. ബർസില്ലായി രാജാവിനോട് പറഞ്ഞതെന്നാൽ, ബർസില്ലായി രാജാവിനോട് പറഞ്ഞത് എന്തെന്നാൽ, രാജാവിനോട് കൂടെ യെരൂശലേമിൽ വരുന്നത് എന്തിന്? അയ്യോ, ഞാൻ എന്തിനാ അങ്ങോട്ട് വരുന്നത്? ദാവീദ് പറഞ്ഞു, ബാ നമുക്ക് യെരൂശലേം പോകാം. ഞങ്ങൾ എന്തിനാ നിങ്ങളുടെ യോഗത്തിന് വരുന്നത്? ഞങ്ങൾക്ക് ഉണ്ടല്ലോ. പിന്നെ ഇപ്പൊ ഇങ്ങനെ നന്ദി കർത്താവേ, സ്തുതി, നന്ദി യേശുവേ, നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പണ്ട് കമ്മ്യൂണിസ്റ്റുകാരോട് പാട്ട് പാടുമായിരുന്നു, അല്ലല്ലല്ലം പാടി അതല്ലല്ല ഇല്ലിമുളങ്കാടുകളിൽ. പോട്ടെ. ഞാൻ ഇനി എത്ര നാൾ ജീവിച്ചിരിക്കും? നല്ല പ്രത്യാശ. ഇനി നമ്മൾ സുവിശേഷം പറയാൻ പറയല്ലേ, ബേച്ച പ്രായമൊക്കെ ആയി, സുവിശേഷം കേട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ദാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് സ്വർഗത്തിൽ പോകണം. ആണ്ടെ ബ്ലസ്സൻ ബുള്ളറ്റിൽ അവിടെ നിൽപ്പുണ്ട്. അവനിങ്ങനെ കാണക്കം പോലൊരു ബുള്ളറ്റ്. ബ്ലസ്സനെ പാൻറ്റും കീറി, നമ്മൾ കീറിയത് തയ്ച്ചാ നടന്നത് പണ്ട്. ഇവനുള്ളത് ഇവിടെ കീറുക മോഡലാന്നാ പറഞ്ഞത്. നീ എന്നാ മോഡല്? അവൻ്റെ ഒരു കൂറ താടി, വെള്ളം കുടിക്കാൻ തോന്നുകയല്ലത് കണ്ട. അമിട്ട് പൊട്ടുന്ന പോലെ ഇവൻ പോകുന്നത്. ഈ ബർസില്ലായിയോട് വിളിച്ച്, ഞാനേ ദാവീദ് പറയാം, ഞാൻ നിന്നെ എൻ്റെ അടുക്ക പാർപ്പിച്ച് രക്ഷിക്കാൻ പോവുക. കാരണം ഞാൻ രക്ഷിക്കാൻ കഴിവുള്ളവനാ, ഞാൻ രാജാവാ, ബാ. അപ്പൊ ബർസില്ലായി പറയാ, ഞാൻ രാജാവിനോട് കൂടെ യെരൂശലേമിൽ വരുന്നത് എന്തിന്? പിന്നെ ഞാൻ ഇനി എത്ര നാൾ ജീവിച്ചിരിക്കും? അയ്യോ, ഞാൻ ഇനി എത്ര നാള് ജീവിച്ചിരിക്കും? പാസ്റ്റർ, നിങ്ങൾ ഇനിയും വേറെ വലിയൊരു പറയണ്ട. അപ്പറേ ശ്രീധരൻ സഹോദരനുണ്ട്, പിന്നെ അപ്പറേ ശാന്തമ്മ സഹോദരിയുണ്ട്, പിന്നെ അപ്പറേ ഒരു രമണിയുണ്ട്. നിങ്ങൾ അവരോടൊക്കെ പോയി ശിശേഷം അച്ഛാൻ. നമ്മുടെ കാലമല്ല, ഉഴപ്പുക. ഞാനിനി എത്ര നാള് ജീവിച്ചിരിക്കും? എനിക്കിന്ന് 80 വയസ്സായിരിക്കുന്നു. ഇയാളുടെ പ്രായമില്ലെന്ന് ചോദിച്ചോ? യെരൂശലേമിലോട്ട് വിളിച്ചതല്ലേ ഉള്ളൂ. നമ്മൾ ചിലരോട് ചോദിക്കില്ല, സുവിശേഷം പറഞ്ഞ് മാനസാന്തരപ്പെടണം, രക്ഷിക്കപ്പെടണം, യേശുവിനെ അറിയണം, ഇതെല്ലാം കേട്ടിട്ട് പിള്ളേർ ക്ഷമത്തേരി ഉണ്ടോ? നീ എന്നെ യാഗം വരുവാന്നോ? ഞങ്ങളുടെ പ്രമാണം നിന്നെ കൊന്നു കുഴിച്ചിട്ട് ഉയർപ്പിച്ച ചെയ്തതിനകത്ത് അംഗത്വം തരുവുള്ളൂ. അത് വേറൊരു വിഷയം. അപ്പൊ ഇവൻ ചോദിക്കാം, ഞാൻ ഇപ്പൊ യെരൂശലേമിലോട്ട് വരുന്ന എന്തിന്? എനിക്കിപ്പോ 80 വയസ്സുണ്ട്. അടുത്തത് നല്ലതും ആകാത്തതും എനിക്ക് തിരിച്ചറിയാമോ? അതാ ഇപ്പം വകതിരിവില്ല, തിരിച്ചറിവൊന്നും. നല്ലതും ആകാത്തതൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഭക്ഷണപാനങ്ങളുടെ സ്വാദ് അടിയാൻ അറിയാമോ? സ്വാദ് ഒന്നും ഇപ്പൊ പാട്ട് പാടിയാലൊരു സ്വാദില്ലല്ലോ, വാക്യം വായിച്ചാലൊരു സ്വാദ് വരുന്നില്ലല്ലോ. പിന്നെ സംഗീതക്കാരുടെയും സംഗീതക്കാർത്തിയുടെയും സ്വരം എനിക്ക് ഇനി കേട്ട് രസിക്കാമോ? പാട്ട് ഒന്നും വേണ്ട. നമുക്ക് ചേർന്ന് എന്തിനാ പാട്? പണ്ട് ഞങ്ങൾ പാടിയിട്ടുള്ളതാ. പിന്നെ പാട്ട് വന്ന് ഇപ്പൊ കേട്ട് രസിക്കാനും ആസ്വദിക്കാനും ഒക്കുന്നില്ല. അടുത്തത് രാജാവിന് ഭാരമായി തീരുന്ന ഭാരമാകുന്ന, ഞാൻ ആ ഭാഗം അങ്ങ് വിടാം. യെരൂശലേമിലെ സുഖജീവിതത്തിന് മഹാരാജാവാകുന്ന ദാവീദ് ഈ ബർസില്ലായി 80കാരനെ വിളിച്ച പുള്ളി ഉഴപ്പുക. ഇന്ന് രാത്രി നീ ഉഴപ്പരുത്. നല്ല ദാവീദാകുന്ന ക്രിസ്തു നിന്നെ വിളിക്കുക. എങ്ങോട്ടാന്നറിയാമോ? സ്വർഗീയ യെരൂശലേമിലേക്ക് പോകാൻ.
അതിൻ്റെ വർണ്ണന വെളിപ്പാട് 21, 22 എല്ലാം ചേർത്ത് പ്രസംഗിക്കേണ്ടതാ. അതെൻ്റെ വിഷയമല്ലാത്ത കൊണ്ട് അങ്ങോട്ട് കയറുന്നില്ല. എന്തോ നല്ല മനോഹരമായ പട്ടണം. ഇവരെല്ലാവരും ദൂരത്തു നിന്ന് അത് കണ്ട് അഭിനന്ദിച്ച് തങ്ങൾ ഭൂമിയിൽ അന്യരും പരദേശികളുമെന്ന് ഏറ്റു പറഞ്ഞ് വിശ്വാസത്തിൽ മരിച്ചെന്ന. കാരണം ആ പട്ടണത്തിൽ പോകാനാ. പിന്നെയും പാട്ട് വരുന്നു. സൈമ സാർ എഴുതിയില്ലയോ യെരൂശലേമിനെ പറ്റി? പുത്തനെറുയാലേമേ ദിവ്യഭക്തർക്കുള്ള ആശ്രയമേ പുത്തനെറുയാലേമേ ദിവ്യഭക്തർക്കുള്ള ആശ്രയമേ. അത് വേറെ പാട്ടാ. കൊട്ടി വിളിപ്പിക്കാം. യെരൂശലേമേ ദിവ്യഭക്തർ ആലയമേ തവ നിഴലിൽ പാർത്തിടുവാനടി അനുദിനവും കാംക്ഷിച്ചു പാർത്തിടുന്നു. തവ നിഴലിൽ പാർത്തിടുവാനടിയ അനുദിനവും കാംക്ഷിച്ചു പാർത്തിടുന്നു. നിർമ്മലമാം സുഹൃതം പൊന്നൊളിയാർന്നമരുമിടാം. നിർമ്മലമാം സുഹൃതം പൊന്നൊളിയാർന്നമരുമിടം. നിർമ്മലമാം സുഹൃതം പൊന്നൊളിയാർന്നമരുമിടാം. നിർമ്മലമാം സുഹൃതം താൻ പൊന്നൊളിയാർന്നമരുമിടാൻ കാംക്ഷിച്ചു പാർത്തിടുന്നേ. പുരമിതിനെ കാംക്ഷിച്ചു പാർത്തിടുന്നേ. പുരമിതിനെ കാംക്ഷിച്ചു പാർത്തിടുന്നേ. പുരമിതിനെ കാംക്ഷിച്ചു പാർത്തിടുന്നേ. വിളക്കവിടെ സൂര്യചന്ദ്രരോ വേണ്ടോട്ടുമേ. വേണ്ട വിളക്കവിടെ സൂര്യചന്ദ്രരോ വേണ്ടൊട്ടുമേ. പരമസുതൻ തന്നെയതിൻ വിളക്ക്. പരമൊളിയാൽ ശോഭിച്ചിടും നീ പൂരം. പരമസുതൻ തന്നെയതിൻ വിളക്ക്. പരമൊളിയാൽ ശോഭിച്ചിടും നീ പൂരം. നിർമ്മലമാം സുഹൃതം പൊന്നൊളിയാർന്നമരുമിടം. നിർമ്മലമാം സുഹൃതം പൊന്നൊളിയാർന്നമരുമിടം. കാംക്ഷിച്ചു പാർത്തിടുന്നേ. പുരമിതിനെ കാംക്ഷിച്ചു പാർത്തിടുന്നേ. പുരമിതിനെ കാംക്ഷിച്ചു പാർത്തിടുന്നേ. പുരമിതിനെ കാംക്ഷിച്ചു പാർത്തിടുന്നേ. ഇന്ന് രാത്രി സ്വർഗീയ യെരൂശലേമിലേക്ക് നല്ല ദാവീദാകുന്ന ക്രിസ്തു നിന്നെ ക്ഷണിക്കുന്നു. കാശ് മുടക്കില്ല. അരി കൊടുക്കണ്ട, തുണി കൊടുക്കണ്ട, മണി കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. തിരി കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. 5 പൈസ മുടക്കണ്ട. ഭൗതികമായി ഒന്നും കൊടുക്കണ്ട. നിന്റെ ഹൃദയം ഇന്ന് രാത്രി കൊടുക്ക. കയ്യും പൊക്കണ്ട. ചില ഉപദേശിമാരുണ്ട്, ഇനി ആരുണ്ട് കൈകൾ ഉയർത്താൻ? ഇനി ആരുണ്ട്? ആരും പൊക്കുകയല്ല. പുള്ളി തൊട്ട് നിർത്തുകയില്ല. ആരേലും ഒരാളെ പൊക്കിക്കാതെ പുള്ളി അവസാനം പിന്നെ ഒരാൾ പൊക്കുക. ഉയർത്തപ്പെട്ട അതാരാ? സെക്രട്ടറി യോഗം നിർത്താൻ കാണിച്ച. കയ്യങ്കാലം ഒന്നും പൊക്കണ്ട. നിൽക്കുന്ന കിടത്ത്, കേൾക്കുന്ന കിടത്ത്, ഇരിക്കുന്ന കിടത്തിരുന്ന് ഇന്ന് രാത്രി ഹൃദയം കൊടുക്ക. എൻ്റെ യേശുവേ, ഞാനൊരു പാപിയാ. എൻ്റെ പാപത്തിന് വേണ്ടി അങ്ങ് മരിച്ചെന്ന് വിശ്വസിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധ രക്തം എൻ്റെ സകല പാപവും പോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
എൻ്റെ അക്രമങ്ങളും അനീതികളും എന്നോട് ക്ഷമിച്ച് എൻ്റെ മോശത്വമെല്ലാം എന്നോട് പുറത്ത് ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണേ, എൻ്റെ ഉള്ളത്തിൽ വരണമേ, എന്നെ കൈവിടരുതെന്ന് ആത്മാർത്ഥമായി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. അങ്ങനെയുള്ള നിനക്ക് യെരൂശലേമിലേക്ക് സുഖജീവിതമുണ്ട്. ഇന്ന് രാത്രി ആ ക്രിസ്തു നമ്മുടെ നടുവിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചാൽ കുറച്ചുകൂടെ നിൽക്കും. നിങ്ങൾ ചിലരൊക്കെ ഇരുന്നും തരും. ആര് വരുന്നെല്ലാം കുഞ്ഞാനച്ചാൻ ഇവിടെ ഇരിക്കും. അതൊക്കെ എനിക്കറിയാം. ജോർജാനും കാണും, എൻ്റെ കൂടെ വന്ന പുള്ളിയും കാണും. പക്ഷേ അത്ര ശരിയല്ലല്ലോ. തന്നില്ല, ഇവിടെ നാട്ടുകാർ നല്ല മര്യാദക്കാരാണ്, നമ്മളെ സഹിക്കുന്നല്ലോ. ഈ തല്ലും കൊട്ടുമെല്ലാം സ്തോത്രം. അപ്പം കുറച്ച് നേരം കൊണ്ടൊക്കെ നിൽക്കാം, പിന്നെ അതിനൊക്കെ ഒരു പരിമിതി ഉണ്ടല്ലോ. കർത്താവിനും മഹത്വം. ഇന്ന് രാത്രി നല്ല ദാവീദാകുന്ന ക്രിസ്തു ഇവിടെ വന്നിട്ടുണ്ട്. മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി രക്തം ചിന്തിയ ക്രിസ്തു മുതക ഉടവയാൽ പോലെ നീളത്തിൽ കയറി മുഖത്തെ രോമമെല്ലാം പിടിതെടുത്ത് തലയിൽ മുൾക്കിരീടധാരിയായി കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറി വിരൂപമാക്കി. എന്തിനാണെന്നറിയാമോ? ആ യെരൂശലേമിൽ നിന്നെ കൊണ്ടുപോകാൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കാശ് മുടക്കില്ല, യാതൊരു പണച്ചെലവില്ല. ഒന്ന് സമർപ്പിച്ചാൽ മതി. കർത്താവ് നിന്റെ സമീപത്തുണ്ട്, രക്ഷ നിന്റെ സമീപം. ഇത് സുപ്രസാദ കാലം, ഇത് രക്ഷാദിവസം. യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്ത് പോകും. ഇനി മറുവശം ആത്മീക ജീവിതത്തിൽ ഉഴപ്പിലായി നടക്കുന്ന സഹോദര സഹോദരി, നീ ഇന്ന് രാത്രി ക്രമപ്പെട്ടോണം. നീ അങ്ങ് യെരൂശലേമിൽ വരണം. സ്തോത്രം. അതോടെ പറഞ്ഞങ്ങ് നിർത്താം. അപ്പൊ യെരൂശലേമിലെ സുഖജീവിതത്തിന് ബർസില്ലായെ വിളിച്ചപ്പോൾ ഇവൻ പോയില്ല. ഇവൻ ഒഴികഴിവൊക്കെ പറഞ്ഞു. അങ്ങനല്ലയോ? അങ്ങനല്ലേ അച്ഛാ? അടിയൻ യജമാന രാജാവിന് ഭാരമായി തീർന്ന എന്തിനോ? ഭാരമാന്ന് ദാവീദിന്. അടിയൻ രാജാവിനോടുകൂടെ യോർദാൻ കടപ്പാനെ വിചാരിച്ചു. ഞാൻ ഇത്രയൊക്കെ വിചാരിച്ചുള്ളൂ. യോധന വന്നിരുന്ന് രട്ടരയാകുമ്പോ പോവാന്നൊക്കെ ഇന്ന് നടക്കുകയല്ല. ഞാൻ ഇത്രയൊക്കെ വിചാരിച്ചുള്ളൂ. പിന്നെ ജോർജാനെ പരിചയമുണ്ട്, പുള്ളി ഇന്നലെയും കണ്ടപ്പോൾ പറഞ്ഞ് വരണേന്ന്. അതുകൊണ്ട് ഞാൻ ഇമ്മ വന്നേ. ഞങ്ങൾ ഇത്രയൊക്കെ ഉദ്ദേശിച്ചു. പിന്നെ വന്നപ്പം ആ രണ്ട് പിഴഞ്ഞ് കസാര തന്ന് ഒന്ന് ഇരുന്നേ ഉള്ളൂ. ഇതൊക്കെ ഉള്ളൂ. ഇതൊക്കെ ഇതെങ്കിലും ഉണ്ടല്ലോ. ഞാൻ പറയും ഞങ്ങള് ആ യോർദാനെന്ന് കിടക്കാനേ ഇച്ഛിച്ചുള്ളൂ. അതുകൊണ്ട് ഞാൻ ഭാരമല്ലേ യജമാനന്. 80കാരന് ഉഴപ്പുക. ഇന്ന് രാത്രി നീ ഉഴപ്പരുത് കേട്ടോ. ആത്മീകത്തിൽ ഉഴപ്പരുത്. നീ ദവായത്തിന് കൃത്യം വരണം കേട്ടോ. പിന്നെയേ നീ സഭായത്തിന് കൃത്യം വരണേ. ഇടക്കൂട്ടം മുടക്കരുത്. ജോലിയുണ്ടേ പൊക്കോണം, അല്ലെങ്കിൽ ഇടക്കൂട്ടം മുടക്കരുത്. ഉപവാസ പ്രാർത്ഥന. ജാതം പെടാത്തൊരു തള്ളയും തോത്രം പെടാത്തൊരു വല്യപ്പനും ഉദയജിയും മെമ്പളിയും ഒരു തമ്പേറ് കമത്തിട്ടേച്ച് പാട്ടടിക്കുക, തീ കത്തിക്കുക. ഇനി ഇത്തള്ള കത്തുകയില്ല. ഇങ്ങേരോട്ട് ഇനിയിപ്പോൾ 80 കഴിഞ്ഞപ്പോൾ ഇനി കത്താൻ പോകുന്നു. ആയ കാലത്ത് കത്താതെ കുത്തി നടന്നതാ അപ്പൻ. ആത്മീകത്തിൽ ഉഴപ്പരുതെന്ന്. നിന്റെ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിന് വിട്ടോണം. നീ സഭായത്തിന് വന്നോണം. നീ ദൈവത്തെ ആരാധിച്ചോണം. ഉഴപ്പരുത്. ഉഴപ്പിയാൽ അങ്ങ് ചെല്ലുകയില്ല. അവരെ ഇവരെയും കണ്ട് നീ ഉഴപ്പരുത്. ഇന്ന് രാത്രി നിനക്ക് കാണാൻ പറ്റിയത് ക്രിസ്തുവിനെയാണ്. വിശ്വാസത്തിന് നായകനും പൂർത്തി വരുന്ന യേശുവിനെ. ഉഴപ്പന്മാരാരേലും വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ക്രമീകരണം വരുത്തിക്കോണം. ഒഴികഴി പറഞ്ഞെന്ന അങ്ങനല്ലയോ? ഉഴപ്പുകല്ലേ? പണ്ടില്ല നമ്മുടെ ചെറുക്കൻ്റെ കല്യാണത്തിനും അവരെല്ലാം ഒഴിവഴിയല്ലേ പറഞ്ഞേ? അങ്ങനല്ലയോ? അയ്യോ, പിന്നെ ചെറുക്കൻ്റെ കല്യാണം അപ്പനിങ്ങനെ എല്ലാവരെയും വിളിച്ചു. സമയത്ത് വരണമെന്ന് പറഞ്ഞ് ഉറിയൊക്കെ കൊടുത്തടാ. സമയമായപ്പോൾ വിളിച്ചവനാരും ഭൃത്യന്മാർ എന്ന് പറഞ്ഞ് കല്യാണം വരാൻ പറഞ്ഞപ്പോൾ ഒരുത്തം പറഞ്ഞു, ഞാൻ ഇച്ചിരി കാളയെ മേടിച്ചു. ഒരാൾ കാള. അപ്പം അതുകൊണ്ട് കാളയായിട്ട് എനിക്ക് അവൻ കാള കളിക്കാൻ പോയി. ഇപ്പോഴത്തെ ചില യോഗങ്ങളും കാളകളിയാണല്ലോ. പണ്ട് ഒന്ന് കാള കളിച്ചതാണ്. എവിടാ? പുറപ്പാട് 32 ഒരു ദൈവത്തെ കൊണ്ടുണ്ടാക്കിയ കാളദൈവം. കാളദൈവത്തെ കൊണ്ടുണ്ടാക്കിയ ഒരു തുള്ളലും ഒരു ബഹളവും ഒരു മേളവും. അപ്പം വരുന്നവൻ കയറി തൊഴുക കാളദൈവത്തെ. അപ്പം പറഞ്ഞ് തൊഴുത് പുറകോട്ടങ്ങ് ഇറങ്ങണം. തൊഴുതിറങ്ങിയപ്പം മറ്റവൻ തൊഴുത് കയറി. ഒരുത്തൻ തൊഴുത് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരുത്തൻ തൊഴുത് അങ്ങോട്ട് കയറി. കാളദൈവം
പുറപ്പാട് 32-ലാണ്. അല്ല, ഞാനിപ്പോ ഉണ്ടാക്കിയതൊന്നുമല്ല. അവര് സമാധാന യാഗം കഴിച്ചെന്ന. ഞാൻ അല്പം തെറ്റിച്ചൊന്ന് പാടാൻ പോവാ കേട്ടോ, എന്നാൽ തെറ്റിക്കുക. കാളയെല്ലാം കൂടെ കണ്ടപ്പോൾ ഇവരൊരു പാട്ടുമൊക്കെ അങ്ങോട്ട് ക്രമപ്പെടുത്തി. പഴയ പാട്ടാ, ഞാനന്ന് ചെറുതായിട്ടൊന്ന് തെറ്റിക്കല്ല, അത് ചെറിയ ഭേദഗതി വരുത്തുക. അപ്പം കൊട്ടും പാട്ടുമൊക്കെ ആയി കാള ഇങ്ങനെ നിൽക്കുന്നു. അല്ല, ഒന്നാന്തരൊരു മൂരി, അത് പൊന്നുകൊണ്ടൊരു മൂരി. എൻ്റെ പൊന്നു ദൈവമെന്നും പറഞ്ഞാൽ ആ പൊന്നുകൊണ്ടല്ലേ ഉണ്ടാക്കിയത്, പൊന്നു ദൈവം. അപ്പം പാട്ടുകാർ വന്ന് ഇവരെ പോലുള്ളൊന്നും വരില്ല, വേറെ പാട്ടുകാരാ. അങ്ങോട്ട് വന്നൊരു അടിയും ഒരു ചാട്ടവും. പണ്ട് അല്ലേ ചങ്ങന്നരാധിക്കകത്ത് പറയുമ്പോൾ അത് വേറെ പാട്ടാ, ഞാനന്ന് ട്യൂണെടുക്കുക. അപ്പം പറഞ്ഞു എന്തുവാന്ന് വെച്ചാൽ, അയ്യോ അത് കാള ദൈവമാണ്, നീ എന്നെ ആരാധിക്കാതെ. അവനും വന്നിട്ടുണ്ട്. അത് വേറെ പാട്ടാ, ട്യൂൺ ഇങ്ങോട്ട് എടുത്തതാ. പഴയ ചിലർക്കറിയാം ഞാൻ എന്നാ പാടിയെന്ന്. ഒരു കാള വരുന്നേ, ഒരു കാള വരും, കണ്ടു നിൽക്കാതെ ഓടിക്കളിയട, കണ്ടു നിൽക്കാതെ കയറി തൊഴട. അണ്ടപ്പ പിന്നെ തുള്ളണ കാളയെ കണ്ടോ, അണ്ടപ്പ ജാടി വിറയ്ക്കുന്ന കാളയെ കണ്ടോ, കൊണ്ടത്തോഴൂത് പോറോ കൊട്ടരങ്ങട പൊന്നേ. അതുണ്ട് ആ മതി. പണ്ട് കാളയെ വന്നിട്ട് കളിപ്പിച്ചതാ. പിന്നെ വർഷം ഇങ്ങോട്ട് കഴിഞ്ഞപ്പോ രണ്ടുപേര് പോണോ. പിന്നെ ആ കാളയുടെ കാര്യം ഞാൻ പറയാമല്ലോ. ഇന്ന് ഞാൻ സന്തോഷിച്ചാനന്ദിക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എവനെ വിളിച്ചേ, കല്യാണത്തിനാണ് 2 കാള, ഒരേ കാളയെ മേടിച്ച് ഞങ്ങൾ കാളയിടാം. അപ്പം മറ്റവൻ എന്ത് ബേബി അവന് കല്യാണമൊന്നും നടക്കാതിരിക്കുകയായിരുന്നു. ഒത്തിരി പെണ്ണ് കണ്ടവൻ, അലുവ തന്ന് ഊപ്പാട് വന്നവന്. പിന്നെ പെണ്ണ് കാണാൻ പോകുമ്പോൾ ഒരു അലുവ കൊടുക്കുകയല്ലേ. ഒരു ദിവസം ഒരു 15 വീട്ടിൽ നിന്ന് അലുവ തിന്നും. ദൈവമേന്നോ നമ്മുടെ കല്യാണം കഴിഞ്ഞു. അപ്പൊ ഇവനെ ഇങ്ങനെ കല്യാണം നടക്കാതെ വന്ന അവസാനം പിന്നെ അവന് കല്യാണമായി. അതാ പറഞ്ഞ അവനിപ്പം കല്യാണം കഴിച്ചു. ഒരുത്തൻ കാളയുടെ പുറകെ പോയി, മറ്റൊരുത്തനോ നിലം വാങ്ങി. അവരെല്ലാം ഒഴി കഴിവ് പറഞ്ഞെന്ന സൈമൺ സാർ അയ്യോ ഇതെല്ലാം അങ്ങോട്ട് എഴുതി വെച്ചേക്കുന്ന പാട്ടുകൾ. ആ പാട്ടാ ഞാൻ ചെന്ന് അറിയാല്ലേ, നമുക്ക് രണ്ടൊക്കെ അറിയാവുള്ളൂ. ഒഴി കഴിവ് ഓരോ തരം പറഞ്ഞോരോ നേരം, ഒരുത്തനൊന്നില്ലത്തിനായി മനസ്സിൽ വിചാരം. ഒഴി കഴിവ് ഓരോ തരം പറഞ്ഞൊരു നേരം, ഒരുത്തനൊന്നില്ലത്തിനായി മനസ്സിൽ വിചാരം. നിജ സ്ത്രീയിൽ ലയിക്കയാൽ ഒരുത്തനു സാരം, മുടക്കൊണ്ട് കാളകളാപരനു ഭാരം. രാജാത്മജ വിരുന്നതിൻ വിവരം, രാജാത്മജ വിരുന്നതിൻ വിവരം. ഈ ഉപമയോ മകസാരം, രാജാത്മജ വിരുന്നതിൻ വിവരം. ഇവനെല്ലാം ഒഴികഴി പറഞ്ഞു മാറുക. ഒടുവിൽ ആ ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം. രാജാവ് ഭൃത്യന്മാര് വന്ന് പറഞ്ഞ് നമ്മൾ ഉരുവെടുത്തതെന്നും രാജാവ് ശോഭിച്ചു. രാജാവ് പറഞ്ഞടാ, വിളിച്ചവനാരും തക്ക സമയത്ത് വന്നില്ലല്ലോ, നമ്മളന്ന് ശാല ഒരുക്കിയിട്ടിരിക്കുക. അയ്യോ ഇന്നെന്തോ ചെയ്യും? ഒരു പോംവഴിയുണ്ട്. ആ മാടക്കടയുടെ ഇവിടെ മുക്കിനും മൂലയ്ക്കും ആ കടത്തിണ്ണയിലും ആ വഴിയറമ്പത്തും ഒക്കെ കിടക്കുന്ന പരുവക്കേടുള്ളതിനെ കണ്ടോ? ആ വിധങ്ങളെല്ലാം ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. കെടികെട്ടിയവന്മാരും വരുന്നില്ലല്ലോ. കാളയെന്നല്ലോ ഏക്കറേജും റിയൽ എസ്റ്റേറ്റും
വരുന്നില്ലല്ലോ. വിളിക്കാൻ ചെന്ന ആട്ടി ഓടിക്കുകയല്ലേ. അതാരം മനസ്സിൽ കാര്യം ചെയ്യേ അണ്ട വഴുത്തലയ്ക്കൽ അവിടെ ഇവിടെയൊക്കെ നിന്ന് കിടക്കുന്ന ആടെ ഉരുടനും ജഗടനും പൊട്ടനും പോഷനും മണ്ടനും, സ്തോത്രം, ഉടുതുണിയില്ലാത്തവനും ഗതികേട് പിടിച്ചവനും ആരും ഗൗനിക്കാത്തവനും ആരും അംഗീകരിക്കാത്ത കുറെ എണ്ണാട്ട മുക്കിനും മൂലയ്ക്കുണ്ട് വഴുത്തലയ്ക്കൽ. അതുങ്ങളെല്ലാം ഇഞ്ഞ് കൊണ്ടുപോവാ. ആ കൂട്ടത്തിലാ ഞാനും നിങ്ങളും വന്ന് കയറിയത്. അറിഞ്ഞു പിടിച്ച് സ്തോത്രം പറഞ്ഞോണം. നിന്റെ തോണ്ടടിയൊന്നും ഇവിടെ നടക്കുകയല്ല കേട്ടോ. ഇപ്പം നീ അടിച്ചില്ലെങ്കിൽ ഒടുവിൽ നിനക്ക് വിട്ടുവാനം വന്ന് നീ 24 മണിക്കൂർ അടിച്ചിരിക്കും. അപ്പച്ചാ കാപ്പി കുഞ്ഞെ പിടിപ്പിച്ചോളാൻ, കാരണം അപ്പൻ അടിയാ. ആയ കാലത്ത് അടിച്ചില്ലേ നീ പിന്നെ 24 അടി അടിക്കും. സ്തോത്രം. അറിഞ്ഞു പിടിച്ച് നീ ദൈവത്തെ സ്തുതിച്ചോണം. നിന്റെ ഉഴപ്പെല്ലാം മാറ്റിക്കോണം. ഇന്ന് രാത്രി നിന്റെ ഉഴപ്പെല്ലാം നിർത്തിവെച്ച് വേണം ആത്മാവി ബലപ്പെടാൻ. മിടുക്കന്മാരെല്ലാം വരാതിരുന്നപ്പോഴാണ് എനിക്കും നിങ്ങൾക്ക് ഇങ്ങോട്ട് ചാൻസ് കിട്ടിയത്. എല്ലാരും വരാൻ പറഞ്ഞു. അയ്യോ വൃത്തന്മാരങ്ങോട്ട് എന്ന് നാലുപാടങ്ങ് നടക്കില്ലയോ. കാര്യമേവം ഭവിക്കയാൽ ഭൂപതി തിരിഞ്ഞു ദാസരോട് പറഞ്ഞതു നിങ്ങളോ തിരഞ്ഞ് വേലുകൾ വഴിയരിക നിബടം തിരഞ്ഞ് സാധുജനങ്ങളെയൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. വേലുകൾ വഴിയരിക നിബടം തിരഞ്ഞ് സാധുജനങ്ങളെയൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. രാജാത്മജ വിരുന്നതിൻ വിവർ. ആ കൂട്ടത്തിലാ ഞാനും നിങ്ങളുമല്ല ഇതിനകത്ത് കയറി വന്ന്. മിടുക്കന്മാരെല്ലാം മാറിയപ്പം നമുക്ക് ചാൻസ് കിട്ടി. അറിഞ്ഞു പിടിച്ച് സ്തോത്രം പറഞ്ഞോണം. അവരിത് തട്ടിക്കളഞ്ഞപ്പം നമുക്കിത് കിട്ടി. സ്തോത്രം. പിന്നെ ബാക്കി ഭാഗം നിങ്ങൾക്കറിയാം. അവനെ കൊണ്ടുവന്നു. ആൾക്കാരെല്ലാം കൂടെ രാജഭോജനം കഴിക്കാൻ ശാലയ്ക്കകത്തോട്ട് കയറി. രാജാവ് സമയത്ത് ഒരു ഇറക്കവും ഒരു വരവും ഇങ്ങോട്ട് വന്നിങ്ങനെ നോക്കി. അപ്പോൾ പഴയ തങ്ക ഇപ്പം മട്ടെല്ലാം മാറി. പിന്നെ അയ്യോ ഈ മാർഗത്ത് വന്നതില്ലയോ ഞങ്ങൾക്ക് രക്ഷ. വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഞങ്ങളുടെ അമ്മമാരൊക്കെ ഇംഗ്ലീഷ് പറയുന്നത് കേട്ടിട്ടില്ലയോ. ഞാൻ ഈ പുസ്തകം എടുത്തുകൊണ്ടാണ്. പള്ളിക്കൂടത്തിൽ പോലും പോകാത്ത തങ്കമ്മയെന്ന് പോലും വിളിക്കല തങ്ക. അങ്ങല്ലയോ ഇംഗ്ലീഷ് പറയുന്നത്. ഏത് ഇംഗ്ലീഷ്? ഓറി. നീ വലിയ കുടുംബത്തിലെ അല്ലയോടാ, നിനക്കൊന്ന് പറയാമോ ഗ്ലോറിന്ന്? അന്നാരാണ്ട് മേരി ക്രൈസ്തലോ. ആ ഇംഗ്ലീഷിന്റെ പവറേ. അന്നേരം സാലി വിക്ടറി ഹാലൂയ. നിങ്ങളുടെ മട്ട് മാറ്റിയ മാർഗമായത്. ക്രൈസ്തലോ. അറിഞ്ഞു പിടിച്ച് ദൈവത്തെ ആരാധിച്ചോണം. എല്ലാവർക്കും പാതിരാത്രി ഇരുന്ന് പലതും നടത്താൻ നമുക്ക് എന്നാ നടത്തിയ? എവിടെ ഇരിക്കും? ഇപ്പം പോകുമൊന്നും വേണ്ട, എല്ലാവരും അവിടെ ഇരിക്കും. പോയാൽ ഞാൻ മൈക്കുമായിട്ട് പുറകെ വരും. ഇന്ന് ഞാൻ എൻ്റെ കാണ്ടിലൊന്ന് തീരുമാനിച്ചാൽ നിൽക്കുന്നത്. അത് പോവാന്നോ അച്ഛാ? ഇതോടെ കേട്ടേച്ച് പാനി. സ്തോത്രം. ഈ മാർഗത്ത് വന്നതാണ് നമ്മുടെ രക്ഷ. രാജാവ് സമയത്ത് ഇറങ്ങി വന്നപ്പം പന്തിയിലിരിക്കുമല്ലോ ആള്. അവസാനം നോക്കിയപ്പം ഒരുത്തനെ എന്തുവാ, അയ്യോ അച്ഛാ പേഴ്സ് കൊണ്ടുപോയില്ല, ഇങ്ങോട്ട് വരാൻ. അച്ഛാ പേഴ്സ് ഇങ്ങോട്ട് വരാൻ. ഇവിടെ വെക്കും, ഇവിടെ വരും, ഇവിടെ വരും, അവിടെ വെക്കും, ഇവിടെ വരും, അത് ഇവിടെ വരും. അക്ക ഇവിടെ വന്നോളൂ. ഇവിടെ വാ, തുടരുത്. അതവിടെ ജോർജാ പേഴ്സ് എടുക്കരുത്. വന്നെടുത്തോളൂ. ഇച്ചിരി വെള്ളം ഞാൻ കണ്ടോ ദൈവത്തിൻ്റെ ഒരേ പ്രവൃത്തികൾ. അപ്പൊ ശ്രദ്ധിച്ചേ, നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. നമുക്ക് പിന്നെ കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ. വണ്ടി കിട്ടാത്ത പാവം. വണ്ടിയുടെ വിഷയമാണ് ഞാൻ കൊണ്ട് വിടാൻ വീട്ടിൽ. അത് കുഴപ്പമില്ല, എൻ്റെ വണ്ടിയെ കൊണ്ട് വിട്ടോളാം. സ്തോത്രം. അപ്പൊ ശ്രദ്ധിച്ചേ, രാജാവ് സമയത്ത് വന്ന് നോക്കിയപ്പോ ഒരുത്തനാണ്ട് രാജവസ്ത്രമില്ലാതെ, കല്യാണ വസ്ത്രമില്ലാതെ. രാജാവ് ചോദിച്ചു, കല്യാണ വസ്ത്രം എന്ത് ചെയ്യുന്നു? അത് ഞാൻ കൊടുത്തോളാം. ഇത് ഇന്നലെ കളഞ്ഞു പോയതാണ്. ഇന്ത്യൻ യൂണിയൻ്റെ കേരള സ്റ്റേറ്റ്. അഭിനീഷ് എം ഐസക്.
ഇവിടെ ഉണ്ടേ. ഞാൻ പറഞ്ഞല്ലോ, ഇനി എന്നാ പറയാനാ. അപ്പൊ ശ്രദ്ധിച്ചേ, രാജാവ് വന്ന് ചോദിച്ചു, നിന്റെ കല്യാണ വസ്ത്രം. അപ്പൊ അവനെ കല്യാണ വസ്ത്രം ആളെ തള്ളിയ കൂട്ടത്തിൽ ഇവൻ കയറി ഇനി വന്നതാ. അവൻ ചോദിച്ചു, എന്ത് കല്യാണ വസ്ത്രം? അതെന്ത്? അത് വാതൊക്കെ കൊടുക്കാനെന്നല്ലോ. എവിടെ? വാതിൽ. ഞാൻ ആളിനെ നിർത്തിയിട്ടുണ്ടായിരുന്നല്ലോ കല്യാണ വസ്ത്രം കൊടുക്കാൻ. എനിക്ക് കിട്ടിയില്ല. വാതിൽ ക്രിസ്തുവാ, ഏകവാതിൽ, സാക്ഷാൽ വാതിൽ ക്രിസ്തു. വാതിക്കലുണ്ടായിരുന്നില്ല വസ്ത്രം, എനിക്ക് കിട്ടിയില്ല. അവർക്കെല്ലാം കിട്ടിയല്ലോ. എല്ലാവർക്കും കിട്ടി, എനിക്ക് കിട്ടി. ബ്രദർ പിന്നെ എതിലേ കൂടെ വന്നത്? വാതിലിൽ കൂടെ അല്ലയോ? പിന്നെ ഇല്ല വന്ന്. ഞാൻ മതിലിയാടി വന്നതാണ്. അങ്ങനെ മതിലിയാടി വന്നവന്മാര് പലരും ഇതിനകത്ത് വന്നിട്ടുണ്ട്. മതിലിയാടി വന്നു. കാരണം ഇവന് ഉപ്പാപ്പൻ സെൻട്രൽ ഫാസ്റ്റ് അതിന്റെ കെയറോപ്പിൽ ഇവൻ ചാടി. ഇവന് ഡൈവിങ് അറിയാം. ഇവൻ ഡൈവ് ചെയ്ത് ഇതിനകത്ത് വന്നതാ, കുങ്ഫു. അപ്പൊ അങ്ങനെ ഇവൻ ഇതിനകത്ത് കയറി ഡൈവ് ചെയ്ത് മതിലിയാടി വന്നതാ. അപ്പം രാജാ പറഞ്ഞ എന്നാന്നറിയാം, മതിലിയാടിയല്ലേ വന്നേ. അപ്പൊ കൃത്യമായിട്ട് ഇവനെ വലിയ ആട്ടക്കാരനാ, മതിലിയാട്ടുന്നവനാ. അതുകൊണ്ട് മതിലിൽ കൂടെ തന്നെ അവനെ വെളിയിലോട്ട് ഇട്ടാക്കാൻ. അതാ പാട്ട് വരുന്നു. അതിങ്ങനെ പാട്ട്. ഇതൊക്കെ സൈമൺ സാറാന്ന് എഴുതി വെച്ചേക്കുന്നത്. ഇപ്പൊ സാറന്മാരൊത്തിരി ഉണ്ടല്ലോ. സൈമൺ സാറാ ഇത് എഴുതി വെച്ചത്. സൈമൺ സാർ എടുത്തത് പ്രത്യരവനെ വരിഞ്ഞോ കെട്ടി വൈരം തേടി. ഏതാ? കല്യാണ വസ്ത്രം ഇല്ലാതെ വന്നവനെ, രക്ഷകയുടെ വസ്ത്രം. പ്രത്യരവനെ വരിഞ്ഞോ കെട്ടി വൈരം തേടി പട്ടണത്തിനു പുറത്തെ മതിലിങ്കൽ കൂടി ഒട്ടുമാട്ടി കാണാതുള്ള ഗോരിട്ടിൽ പേടി പെട്ട നരകത്തിൽ താടാൻ തള്ളിയും വെച്ചോടി. ഒടുവിനെ തള്ളിയിടും. ഗന്ധകം കത്തുന്ന തീപ്പൊയ്ക്കകത്ത് ആ തള്ളി വീണ് നരകത്തിൽ പോകാതിരിക്കാനാ ഇന്ന് രാത്രി യോഗ വിട്ടിരിക്കുന്നത്. നീ നരകക്കുഴി പോകരുത്, നീ അങ്ങ് യെരൂശലേമിൽ കാണണം. അതിനുവേണ്ടി യേശു രക്തം ചിന്തിയത്. ഒഴികഴി പറയരുത്. ഇത് സുപ്രസാദ കാലമാ, രക്ഷാദിവസമാ. നിനക്ക് വേണ്ടി ജീവനെന്ന ക്രിസ്തുവിനെ ഇന്ന് രാത്രി ഏറ്റെടുത്ത് പോകണം. നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ദൈവകുഞ്ഞാട്, ക്രൂശിക്കപ്പെട്ട ദൈവകുഞ്ഞാടിനെ അവൻ മരിച്ചു. ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു. ആ യേശുവിനെ ഇന്ന് രക്ഷകനായി സ്വീകരിക്കുക. ഒഴികഴി പറയരുത്. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ചേ. ബാക്കി ഭാഗം ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നില്ല. കർത്താവ് അനുവദിച്ചാൽ അടുത്ത യോഗത്തിന് നമുക്ക് ചിന്തിക്കാം. അടുത്ത വാക്യത്തിലോട്ടൊന്നും വന്നില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എങ്കിലും നമുക്ക് ആവശ്യമുള്ള ആത്മീക സന്ദേശം ഇന്ന് രാത്രി ദൈവം കൽപ്പിച്ചല്ലോ. അല്പസമയങ്ങൾ എല്ലാവരും ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. എല്ലാവരും ദൈവത്തെ സ്തുതിക്കാം.